പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ വീണ പ്രസാദ്. നമുക്ക് നേരെ പ്രധാന തലക്കെട്ടുകളിലേക്ക് തന്നെ പോകാം. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. Please, please. मेरे कापड़े मुझे और कापड़े ഹൈദരാബാദിൽ പുഷ്പ 2 സിനിമ റിലീസിനിടെ ദുരന്തം. സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു മരണം. മരിച്ചത് ഹൈദരാബാദ് സ്വദേശി രേവതി. ഭർത്താവിനും 2 മക്കൾക്കും പരിക്ക്. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ അപലപിച്ച് അമേരിക്ക. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം യൂനിസ് സർക്കാർ ഉറപ്പാക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗം ബ്രാഡ് ഷെർമാൻ. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും ഷെർമാൻ. ഗുരുവായൂർ ദേവസ്വത്തിന് ഇന്ന് നിർണായകം. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പൂജ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദേവസ്വത്തിന്റെ അജണ്ടയെന്ന് BJP. എറണാകുളം ചൂർണിക്കരയിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നതിന് പിന്നിൽ അൻവർ സാദത്ത് MLA. 1 ഏക്കർ മിച്ചഭൂമി കളിസ്ഥലത്തിന് വിട്ടുകിട്ടണമെന്ന ആവശ്യം. MLAയുടെ നീക്കം തൊട്ടടുത്ത വാർഡിൽ മൈതാനമുള്ളത് മറച്ചുവെച്ച്. ജനം ബ്രേക്കിംഗ്. ക്ഷേമ പെൻഷനു പിന്നാലെ ഓണക്കിറ്റ് വാങ്ങുന്നതിലും സർക്കാർ ജീവനക്കാർ. കിറ്റ് വാങ്ങുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകളിൽ അനർഹർ ഉണ്ടെന്ന് ഭക്ഷ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 1888 മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ അനർഹർ. ജനം എക്സ്ക്ലൂസീവ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോൾ വല നിറച്ച് ചെൽസി. സതാംപ്ടനെ തകർത്തത് 1-നെതിരെ 5 ഗോളിന്. മാഞ്ചസ്റ്റർ സിറ്റിക്കും ആഴ്സണലിനും തകർപ്പൻ ജയം. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക്. അതിനു മുൻപ് ഞാൻ ഒന്ന് പ്രേക്ഷകരുടെ ഒരു കമന്റിലേക്ക് പോട്ടെ. ഹരിനാരായണൻ മടമ്പത്ത്, പ്രകാശൻ വേലിക്കുട്ടി, ഗണേഷ് കുമാർ, മുരളീധരൻ P, നന്ദനാർ തുടങ്ങി നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാവരും നമുക്ക് 2 പേർക്കും നമസ്തേ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. RK വൈകുണ്ഠം എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. ഞാനിത് തുടക്കത്തിലെ പറയാൻ കാരണം ഒരു പക്ഷേ ഈ വാർത്തകൾ അങ്ങോട്ട് നിറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഈ കമൻറ്റുകൾ നിങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പെട്ടെന്ന് പറയാൻ കഴിയാതെ പോകാം. പ്രസാദ് P, മുരളീധരൻ ഞാൻ നേരത്തെ പറഞ്ഞു, സേതുമാധവൻ, അങ്ങനെ ഒരുപാട് പേര്. വളരെ സന്തോഷം എല്ലാവരെയും രാവിലെ തന്നെ കണ്ടതിന്. ശരണമിൻ്റെ അയ്യപ്പ. Powered by അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ from AVA. Co-powered by ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ In association with മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ചക്കുളത്തുകാവിൽ പൊങ്കാല 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ അയ്യനെ കാണാൻ വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് 18ാം പടി കയറാനുള്ള നിര വലിയ നടപ്പന്തലും പിന്നിട്ടു എന്നറിയുന്നു. കാനനപാതകളിലൂടെ വീണ്ടും തീർത്ഥാടകർ എത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അഖിൽ പാലോട്ട് മഠമാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. അഖിൽ, സ്വാമി ശരണം, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇന്നിപ്പോൾ അല്പം തിരക്ക് കൂടുതലുണ്ടല്ലേ? കാരണം ഈ പ്രതികൂല കാലാവസ്ഥ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം പല ജില്ലകളിലും റെഡ് അലേർട്ട് വരെ നിലനിന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അന്നേ പുറപ്പെട്ടവർ തന്നെയും ഉണ്ട് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാനനപാതയിലൂടെയും ഭക്തർ വരുന്ന സാഹചര്യത്തിൽ
ഈ വലിയ നടപ്പന്തലും പിന്നിട്ട് നിൽക്കുന്ന നിര, അപ്പോൾ എത്രത്തോളം തിരക്ക് അവിടുന്ന് താഴോട്ടുമുണ്ട്? ഞാൻ അഖിലിനോട് സ്വാമി ശരണം പറഞ്ഞു, നമസ്തേ പറഞ്ഞു, ഗുഡ് മോർണിംഗ് പറഞ്ഞു. പക്ഷേ അഖിൽ പ്രതികരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കണക്ടിവിറ്റി ശരിയാവുന്നതേ ഉള്ളൂ തോന്നുന്നു. ഈ തിരക്ക് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് ഈ മൊബൈൽ കണക്ഷനുകളുടെ എണ്ണവും കൂടുമല്ലോ. നമുക്ക് ഒരാളിലേക്ക് എത്താനുള്ള തടസ്സം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും നല്ല തിരക്ക് അവിടെ സന്നിധാനത്തുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. നമ്മുടെ മൈക്ക് ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയി. അപ്പോൾ അഖിൽ അവിടെ ഉണ്ട്, സന്നിധാനത്ത് മുകളിൽ തന്നെ ഉണ്ട്. രാവിലെ തന്നെയുള്ള ഈ തിരക്കിനെ പറ്റി ആണ് ആദ്യം പറയേണ്ടത്. കാരണം ഈ വലിയ നടപ്പന്തലും കഴിഞ്ഞ് താഴേക്ക് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പറയാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷേ വാർത്തകൾ പലപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം കൃത്യമായി അറിയാമല്ലോ. അഖിൽ ചേരുന്നുണ്ട് വീണ്ടും. അഖിൽ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ തിരക്ക് എത്രത്തോളം നീളുന്നുണ്ട്? വീണ, ഗുഡ് മോർണിംഗ്. ശബരിമല ഇന്നും വലിയ രീതിയിലുള്ള തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം രാവിലെ 3 മണിക്ക് നട തുറന്നതിന് ശേഷം 6 മണി വരെയുള്ള കണക്ക് PRDയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് 17,361 പേരാണ് ശബരിമല ദർശനത്തിനായി രാവിലെ പുലർച്ചെ തന്നെ എത്തിയിട്ടുള്ളത്. അത് ഇന്നലെ ശബരിമലയിലേക്ക് എത്തി വലിയമ്പലത്തിലൊക്കെ തന്നെ വിരിവെച്ച് കിടന്നവരായിരിക്കണം, അയ്യപ്പ ഭക്തരായിരിക്കണം. കാരണം ഹരിവരാസനത്തിന് ശേഷം മുകളിലേക്ക് കയറാൻ കഴിയാത്തവരായിരിക്കണം രാവിലെ പുലർച്ചെ കയറിയിട്ടുണ്ടാവുക. എന്തായാലും വലിയ തിരക്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് 18ാം പടിക്ക് തൊട്ട് താഴെയാണ് ഞാൻ ഇത്തവണ ഇപ്പോൾ നിൽക്കുന്നത്. 18ാം പടിയുടെ അവിടേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും 18 പടിയും തൊട്ടു തൊഴുതാണ് ഓരോ അയ്യപ്പ ഭക്തരും മുകളിലേക്ക് കയറിപ്പോകുന്നത്. നമ്മൾ വലിയ തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചുകൂടി സ്പീഡായിട്ടായിരിക്കും അയ്യപ്പന്മാർ 18 പടി കയറി പോവുക. കാരണം 18 പടി കയറി പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും മുകളിൽ സന്നിധാനത്തിന്റെ ശ്രീകോവിലിന്റെ അവിടുത്തെ തിരക്ക് അനുഭവപ്പെടാറ് ഉണ്ടാവുക. അങ്ങനെ ഒരു കണക്കാണ് പോലീസ് എപ്പോഴും വയ്ക്കുക. അതായത് ഒരു മിനിറ്റിൽ എത്ര അയ്യപ്പന്മാർ 18 പടി കയറി പോകുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകുന്ന തിരക്ക് എന്നതാണ് പോലീസ് എപ്പോഴും കണക്കൂട്ടുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കൂട്ടം ആൾക്കാർ, അതായത് നിൽക്കുന്നത് 18 പടിയുടെ താഴെയാണ്. അവിടെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് 18 പടിയുടെ താഴേക്ക് ആൾക്കാരെ കടത്തിവിടുന്നു. അവിടെ നിന്ന് അവർ 18 പടി കയറി മുകളിലെ സന്നിധാനത്തേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അറിയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ വലിയ നടപ്പന്തലിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് ശരംകുത്തിയിലേക്കും മരക്കൂട്ടത്തിലേക്കും ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് ആൾക്കാർ നടന്നു വരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ അധികൃതരുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു തിരക്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ ദർശനം നടത്തിയത്, അതായത് രാവിലെ പുലർച്ചെ മുതൽ വൈകുന്നേരം ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ ഏകദേശം 66,257 പേരാണ് ഇന്നലെ ഹരിവരാസനം പാടി നടയടക്കുമ്പോൾ വരെ ദർശനം നടത്തിയിട്ടുള്ളത്. കാരണം വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 പേർക്കുമായി ഏകദേശം 80,000-ൽ പരം ആൾക്കാർക്ക് ഒരു ദിവസം ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും പോലീസും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് കാനനപാത വഴിയുള്ള ദർശനത്തിന് അനുമതി നൽകിയത്. കാരണം മഴയെ തുടർന്ന് കാനനപാത വഴി ഉണ്ടായിരുന്ന ദർശനത്തിലേക്ക് വരാനുള്ള മലചവിട്ടാനുള്ള അനുമതി പോലീസ് നിരോധിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ ഒക്കെ തന്നെ ഉത്തരവ് പ്രകാരം അത് നിരോധിച്ചിരുന്നു. അതിനു പിന്നാലെ ഇന്നലെ മുതലാണ് കാനനപാത വഴി അയ്യപ്പ ഭക്തരെ കടത്തിവിടാൻ തുടങ്ങിയത്. അതിനു പിന്നാലെ ഏകദേശം 650 പേരാണ് ഇന്നലെ കാനനപാത വഴി കടന്നു വന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കണക്ക്. എന്തായാലും വലിയ തിരക്കില്ലാതെ ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരു ദിവസം കൂടി ആരംഭിച്ച് സുമുഖമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന. അതെ, തീർച്ചയായും നീണ്ട നിര തന്നെയാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അഖിൽ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് പുതുജീവൻ വരുന്നു എന്നുള്ളതാണ്. ജനുവരിയിൽ പദ്ധതിക്ക് തറക്കല്ലിടാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി.
ഏറ്റവും വലിയ ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ ആവശ്യമാണ്. മല കയറി വരുമ്പോൾ ഉണ്ടാകേണ്ട സൗകര്യങ്ങളെപ്പറ്റി അത് വർഷങ്ങളായി തന്നെ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നതാണ്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും ശബരിമലയുടെ വികസനവും ഒക്കെ തന്നെ അത് വലിയ ചർച്ചയായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായിട്ടാണ് ശബരിമലയിലെ റോപ്പ് വേ പദ്ധതി, അതായത് പമ്പയിൽ നിന്ന് ഉണ്ടാകുന്ന ശബരിമലയിലേക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോലീസിന്റെ ബാരിക്കേഡ് വരെ ഉണ്ടാകുന്ന റോപ്പ് വേ പദ്ധതി, ആ റോപ്പ് വേ പദ്ധതിയിൽ ആരംഭിക്കണം എന്നുള്ള തീരുമാനം വീണ്ടും ദേവസ്വം ബോർഡ് എടുക്കുന്നത്. അത് ജനുവരിയോടുകൂടി, അതായത് വരുന്ന മകരവിളക്കിന് മുമ്പ് തന്നെ ജനുവരിയോടുകൂടി തന്നെ അതിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 18 മാസം കൊണ്ട്, അതായത് അടുത്ത മണ്ഡലകാലം കഴിയുന്നതോടുകൂടിയെങ്കിലും അതിന് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കണം എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 2.7 കിലോമീറ്റർ ദൂരം 40 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് റോപ്പ് വേ പദ്ധതിക്ക് ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പമ്പയിലെ ഹിൽ ടോപ്പിൽ മുതൽ സന്നിധാനത്തെ പോലീസ് ബാരിക്കേഡ് വരെയായിരിക്കും ഈ റോപ്പ് വേ നിർമ്മിക്കുക. റോപ്പയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇത് വനഭൂമിയാണ്. ഈ വനഭൂമി ഏറ്റെടുക്കുന്നതിനനുസരിച്ച് സന്നിധാനം, നിലയ്ക്കൽ, പമ്പ പ്രദേശങ്ങളിലെ റവന്യൂ ഭൂമിയായിരിക്കും തിരിച്ച് ഈ വനം വകുപ്പിന് വിട്ടു നൽകുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ട്രോളിയുടെ സമരം അടക്കം ഉണ്ടാകുന്നത്, കോടതിയുടെ പരാമർശം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നിൽക്കുന്നു. സന്നിധാനത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന സാധനങ്ങൾ എത്തിക്കുന്നതിലേക്കായും വയസ്സായ അയ്യപ്പന്മാരെയും മാളയപ്പുറങ്ങളെയും ഒക്കെ തന്നെ എത്തിക്കുന്ന കാര്യത്തിലായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോപ്പ് വേ പദ്ധതി വരുന്നതിലൂടെ അതിന് കുറച്ചുകൂടി മാറ്റം വരും. അയ്യപ്പ ഭക്തർക്ക് സുഗമമായി തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു മാർഗമായി അത് മാറും എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവരും അഭിപ്രായപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പുതുജീവൻ വയ്ക്കുന്നതോടുകൂടി അതിന് കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. അതെ, ശരി അഖിൽ. എന്തായാലും തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അയ്യനെ കണ്ട് മടങ്ങണം. അതിനുവേണ്ടി ഉതകുന്ന തരത്തിലുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും വികസന പ്രവൃത്തികളും നടക്കട്ടെ എന്ന് തന്നെ നമുക്കും ആശിക്കാം. നമുക്ക് മഹാരാഷ്ട്ര അല്ലേ, ഇന്നിപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 5-ന് മുംബൈ ആസാദ് മൈതാനിയിലാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ജിഷ്ണു, നമസ്തേ. അപ്പോൾ വലിയ സമ്പന്നമായ ഒരു സദസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ, രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം മികച്ച വിജയമാണ്, കരുത്തുറ്റ വിജയമാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന സഖ്യം നേടിയിട്ടുള്ളത്. 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള മറുപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗബലം പോലുമില്ലാതെ, ജനപിന്തുണ പോലുമില്ലാതെ അത്രയധികം ജനപിന്തുണ നേടിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് മഹായുദ്ധി മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരിക്കും ഇന്ന് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ വൈകിട്ട് 5 മണിക്ക് ആസാദ് മൈതാനിയിൽ നടക്കുക. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകും. ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതാണ് നിലവിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസവും ഉപമുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലുമുള്ള മറുപടി ഇല്ല എന്നോ ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. നിലവിൽ പാർട്ടിയിലെ മറ്റു നേതാക്കളെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നായിരുന്നു നേരത്തെ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും. ധനവകുപ്പ് NCP അജിത് പവാർ പക്ഷത്തിനായിരിക്കും. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് നൽകാനുമാണ് നിലവിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ മഹായുദ്ധിയിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുംബൈയിൽ ചേർന്ന BJPയുടെ കോർ കമ്മിറ്റി യോഗമായിരുന്നു BJPയുടെ കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച നിരീക്ഷകരായിട്ടുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും പങ്കെടുത്ത BJPയുടെ കോർ കമ്മിറ്റി യോഗമായിരുന്നു മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തട്ടെ എന്നൊരു ധാരണയിലേക്ക് എത്തിയത്. തുടർന്ന് ചേർന്ന BJPയുടെ നിയമസഭാ കക്ഷിയോഗം, മുഴുവൻ MLA-മാരും പങ്കെടുത്ത 132 MLA-മാരും പങ്കെടുത്ത നിയമസഭാ കക്ഷിയോഗം BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുത്തു. പിന്നീട് ദേവേന്ദ്ര ഫട്നാവിസ് കക്ഷി നേതാക്കൾ അജിത് പവാറിനെയും ഏക്നാഥ് ഷിൻഡെയും
സന്ദർശിക്കുകയും 3 നേതാക്കളും മറ്റ് മഹായുതിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടുകയുമായിരുന്നു. ഇന്ന് ഔദ്യോഗികമായി മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചത് 3ാം ഊഴമാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക്. 2014 മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ BJPക്ക് അവസരം ലഭിക്കുന്നത്. ആ സമയത്ത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് തന്നെയായിരുന്നു നേതൃത്വത്തിന്റെ പട്ടികയിലെ ആദ്യമുള്ളത്, അല്ലെങ്കിൽ ആദ്യ പേരുകാരൻ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരുന്നു. കാരണം മഹാരാഷ്ട്രയിലും ദേശീയ രാഷ്ട്രീയത്തിലും BJPയെ സംബന്ധിച്ച് കരുത്തുറ്റ യുവമുഖം എന്ന് തന്നെ നമുക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ വിശേഷിപ്പിക്കാം. 14 മുതൽ 19 വരെ ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. പിന്നീട് 19 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. അവിടെ ജനങ്ങൾ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന് ഭരണ തുടർച്ചയ്ക്കുള്ള ജനപിന്തുണ വോട്ടിലൂടെ നൽകിയെങ്കിലും ശിവസേന, ഉദ്ധവ് താക്കറെ അന്ന് ശിവസേനയെ കോൺഗ്രസിനൊപ്പം ചേർത്തുകൊണ്ട് ജനവിധി അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് 2 ദിവസം മാത്രമാണ് രണ്ടാമത്തെ ടൈമിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ഇരുന്നത്. പിന്നീട് സർക്കാരിനെ ശിവസേന അട്ടിമറിക്കുകയും പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വലിയ അട്ടിമറിയും തുടർന്ന് നടന്ന നാടകീയ രംഗങ്ങളും മഹാരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കുന്നതാകും. അതിനുശേഷം നടന്ന 2024 ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ശിവസേന 2ആയി പിളർന്നതിന് ശേഷം, NCP 2ആയി പിളർന്നതിന് ശേഷം നടന്ന 2024 തെരഞ്ഞെടുപ്പ് BJP നേതൃത്വം നൽകുന്ന മഹായുതി, ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറിനും ഒപ്പം നിൽക്കുന്ന ശിവസേനയും NCPയും BJPയും ചേർന്നുകൊണ്ടുള്ള മഹായുതി 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകളുടെ മഹാഭൂരിപക്ഷത്തിലാണ് ഇത്തവണ അധികാരം നിലനിർത്തിക്കൊണ്ട് മുൻപ് നടന്നിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറികൾക്കെല്ലാം തന്നെ മറുപടി നൽകിയിട്ടുള്ള അത്തരത്തിൽ ചരിത്രപരമായ വിജയം നേടിക്കൊണ്ട് മഹായുതി അധികാര തുടർച്ച നേടുകയും കഴിഞ്ഞ മണിക്കൂറുകൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളായിരുന്നു മഹായുതിയിൽ നടന്നത്. ഇന്നലെയാണ് അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തട്ടെ എന്നുള്ളത് തീരുമാനിച്ചു. ഏക്നാഥ് ഷിൻഡെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കാനില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിനും നിരുപാധിക പിന്തുണ നൽകും എന്നുള്ളതും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മഹായുതി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരിക്കും മുംബൈയിൽ ആസാദ് മൈതാനിയിൽ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള JP നദ്ദ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, BJPയുടെയും സഖ്യകക്ഷികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ, വ്യവസായ പ്രമുഖർ, ബോളിവുഡ് താരങ്ങൾ തുടങ്ങി സമ്പന്നമായൊരു നിര തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഇന്ന് മുംബൈയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ജിഷ്ണു. അതേസമയം നമ്മൾ കണ്ടു ഹൈദരാബാദിലല്ലേ സിനിമ റിലീസിനിടെ തിയേറ്ററിലുണ്ടായ സംഘർഷം, അതിലൊരു മരണം സംഭവിച്ചിരിക്കുന്നു. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമ റിലീസിനിടെയാണ് സംഘർഷം ഉണ്ടായത്. ഹൈദരാബാദ് സ്വദേശിയായ ഒരു സ്ത്രീയാണ് മരിച്ചത്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ വൻ ജനാവലിയായിരുന്നു കഴിഞ്ഞ രാത്രി തടിച്ചുകൂടിയത്. നായകൻ അല്ലു അർജുനും സംവിധായകനും തിയേറ്ററിലെത്തിയതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ഈ ആഘോഷങ്ങൾക്കിടയിലും സങ്കടകരമാണല്ലേ ഇത്തരം വാർത്തകൾ. തീർച്ചയായും, കാരണം ഈ ആവേശം അതിര് കടക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഏകാദശിക്കൊരുങ്ങി ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ചിറളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാർ കഴിഞ്ഞ ദിവസം വാദം ഉന്നയിച്ചിരുന്നു. സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തുടർച്ചയായ 3ാം ദിനമാണ്. ഹർജിക്കാർ വിശദമായ വാദഗതികൾ തന്നെയാണ് ഉയർത്തുന്നത്. ഇന്നത്തെ നിയമ നടപടികൾ എപ്രകാരമായിരിക്കും മുന്നോട്ട് പോവുക? സുധേഷിലേക്ക് എത്താം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ വിമർശനമാണല്ലേ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചില കാര്യങ്ങളിൽ വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും വാദങ്ങൾ, പ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ തിരക്ക് പരിഗണിക്കേണ്ടത് ആര് എന്നുള്ളതാണ് ഹർജിക്കാർ
പ്രധാനമായി ഉന്നയിക്കുന്നത്. തന്ത്രി ആ വിഷയത്തിൽ ഇടപെടേണ്ട ഇടപെടേണ്ടതുണ്ടോ എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഹർജിക്കാർ എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഇതിൽ സത്യവാങ്മൂലം നൽകി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്നതെന്നറിയില്ല. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ ഹർജിക്കാർ വാദിക്കുന്നത് നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന പൂജാവിധികളാണ്. ഈ പൂജാവിധികൾ അട്ടിമറിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത് വഴിപാടാണ് എങ്കിൽ പോലും അത് നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്നത് കൊണ്ട് അത് ദേവപ്രശ്നത്തിലൂടെ അല്ലാതെ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ദേവൻ അത്രയും വർഷങ്ങളായി, നൂറ്റാണ്ടായി അത് നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് മാറ്റണമെങ്കിൽ. അതെ, തീർച്ചയായും. എന്തായാലും സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ഇന്നും ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മറ്റു വിവരങ്ങൾ. റോഡി, ഇതിൽ ഓരോ വൃശ്ചിക മാസത്തിലും നടന്നു വന്നിരുന്ന പൂജയാണ് ഇപ്പോൾ തുലാമാസത്തിലേക്ക് മാറ്റിയത്. അത് തന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിലാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്നാൽ തന്ത്രി കുടുംബമടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ആചാരം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. എന്നാൽ ഇതിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് ഭക്തരെ പരമാവധി കയറ്റുക, അതിലൂടെ വരുമാനം കണ്ടെത്തുക എന്ന നിലയിലേക്ക് പോകുമ്പോൾ അത് വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടാവരുത് എന്നതാണ്. അത് വലിയ രീതിയിൽ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് തന്നെ ദോഷമുണ്ടാകുന്ന തരത്തിലാകുമെന്നതാണ് ഈ തന്ത്രി കുടുംബം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിൽ ഉള്ള ഒരു ദേവസ്വം ബോർഡിന്റെ സമീപനം അത് ലാഭേച്ഛയോടുകൂടിയുള്ളതാണെന്നതാണ് വിമർശനമായി ഉയരുന്നതും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. അവിടെ വിശ്വാസത്തിനും ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിഗണന നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നതും. ഇതിൽ എന്ത് നിലപാടാവും ഹൈക്കോടതി കൈക്കൊള്ളുക എന്നത് ഏറെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിരവധി തവണ മാറ്റിവെച്ചുവെങ്കിൽ കൂടി ഇന്ന് ഇതിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് കൃത്യമായി തന്നെ തന്ത്രി കുടുംബം ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് പറയുന്നത് ഇത് അത്തരത്തിലല്ല, പരമാവധി ക്ഷേത്രനട അടച്ചിട്ടുകൊണ്ട് ഭക്തർക്ക് തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതിന് തന്ത്രിയുടെ അനുമതിയും ലഭിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ അത്തരത്തിൽ ഭക്തരെ കൂടുതൽ കയറ്റുകയല്ല ചെയ്യേണ്ടത്. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അത് കൃത്യമായി തന്നെ നടത്തുകയാണ് എന്നത് തന്നെയാണ് ആവശ്യമായി വരുന്നതും. ആ ഒരു വിഷയത്തിലാണ് ഇന്ന് ഹൈക്കോടതി വാദം കേട്ട് അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നത്. രോഹിണി. അതെ, തീർച്ചയായും. അതോടൊപ്പം ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ പൂജ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദേവസ്വത്തിന്റെ അജണ്ട എന്നാണ് BJP ആരോപണം. പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും BJP ആരോപിച്ചു. കേസിൽ കക്ഷി ചേരാനുള്ള ഔദിക്കന്മാരുടെ അപേക്ഷ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആനന്ദ് പുത്തൂർ നൽകും. ആനന്ദ്, വിശദാംശങ്ങൾ. എന്തായാലും ഈ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമനം പൂജ മാറ്റാനുള്ള ഈ ദേവസ്വത്തിന്റെ തീരുമാനത്തിനെതിരെ ഓരോ ദിവസം കഴിയുന്തോറും പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം BJPയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഏകാദശിക്ക് ഈ ഉദയാസ്തമന പൂജ നടത്തിക്കൊണ്ട് വന്നിട്ട് വർഷങ്ങളായി, അതായത് നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ന് വരെ ഒരു ഭക്തൻ പോലും അത്തരത്തിൽ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തടസ്സങ്ങളോ ഒന്നും ഒരു ഭക്തനും ഇതുവരെ അത്തരത്തിൽ പ്രത്യക്ഷമായി കൊണ്ട് തന്നെ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ പൂജ, ഉദയാസ്തമന പൂജ, പ്രത്യേകിച്ച് ശങ്കരാചാര്യ പോലുള്ള ഈ മഹാജ്ഞാനികൾ ചിട്ടപ്പെടുത്തിയ ഒരു പൂജ മാറ്റുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമായാണ് BJP എത്തിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ, ഇത്തരത്തിലുള്ള ഉദയാസ്തമന പൂജ മാറ്റുന്നതിന് പിന്നിൽ ദേവസ്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നാണ് ഗുരുവായൂരിലെ BJP ആരോപിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും BJP പറയുന്നുണ്ട്. ഈ ഭക്തർക്കൊപ്പം തന്നെ BJP ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു കാര്യവും BJP എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളെയും എല്ലാം വലിയൊരു പ്രതിഷേധം നമ്മൾ ഗുരുവായൂരിൽ കണ്ടതാണ്. ഇപ്പോൾ വിഷയം എന്തായാലും BJPയും ഏറ്റെടുത്തിരിക്കുന്നു. ഭക്തജനങ്ങളോടൊപ്പം തന്നെ ന്യായത്തിന് വേണ്ടി, നിയമത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി BJPയും കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കക്ഷി ചേരാനുള്ള അപേക്ഷ, ഓദിക്കന്മാരുടെ അപേക്ഷ എന്തായാലും കോടതി അനുവദിച്ചിട്ടുണ്ട്. കേസിൽ ഇന്നും വാദം തുടരും. ഡിസംബർ 11-നാണ് ഗുരുവായൂർ ഏകാദശി. ഭക്തജനങ്ങളുടെയും മറ്റ് സജ്ജനങ്ങളുടെയും എല്ലാം ആഗ്രഹം പോലെ തന്നെ ഈ ഏകാദശി ദിനത്തിൽ
ഉദയാസ്തമന പൂജ നടത്തും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുഴുവൻ ആളുകളും. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ വാദത്തിന്റെ ശേഷം ഇന്നും വാദം തുടരും. 11 മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാണിപ്പയ്യൂർ കൃഷ്ണനമ്പൂരിപ്പാടാവട്ടെ, ഈ ചെറുളായും കോവിലുമായി ബന്ധപ്പെട്ടുള്ളതാവട്ടെ, അപ്പോൾ ഈ തരത്തിലുള്ള ചടങ്ങുകളായി ബന്ധപ്പെട്ട എല്ലാവരും കൃത്യമായിട്ടുള്ള തങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ദേവസ്വവും അടങ്ങുന്ന ഒരു ഭാഗവും, മറുഭാഗത്ത് ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഈ തന്ത്രി കുടുംബവും അടങ്ങുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ന്യായം വിജയിക്കും, ആചാരം സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഭക്തജനങ്ങൾ. ശരി ആനന്ദ്, എന്തായാലും ഭക്തജനങ്ങളുടെ വികാരം മാനിക്കണം, ആചാരങ്ങളെ ബഹുമാനിക്കണം. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ അല്ലെങ്കിൽ നിലപാട് തന്നെ കോടതിയും എടുക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. ഇപ്പൊ ഏകാദശി കഴിയുന്നത് വരെ ഇങ്ങനെ കേസ് മാറ്റിവെച്ച് പോകുമോ എന്നുള്ള ആശങ്ക പ്രേക്ഷകർ നടത്തേണ്ടുന്നതാണ്. തുലാമാസത്തിലേക്ക് മാറ്റിയത് ഇപ്പോൾ ഈ ഒരു വിധി വരുന്നത് ചിലപ്പോൾ അതിനുശേഷമായിരിക്കുമോ എന്നുള്ള ആശങ്കയാണ്. എളുപ്പം രാജ്യാന്തര വാർത്തകളിലേക്ക് കൂടി പോയാൽ, ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ലക്ഷ്യത്തിലേക്ക്. ഗാസ ഇസ്രായേൽ മധ്യസ്ഥ ശ്രമങ്ങൾ പുനരാരംഭിക്കുവാൻ ഖത്തർ തയ്യാറെടുക്കുകയാണ്. പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഹമാസ് പ്രതിനിധികൾ ചർച്ച തുടരാൻ ദോഹയിലെത്തുമെന്നും വിവരങ്ങൾ വരുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപിനോട് നന്ദി പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിട്ടുണ്ട്. I want to thank President Trump for his strong statement yesterday about the need for Hamas to release the hostages, the responsibility of Hamas, and this adds another force to our continuing effort to release all the hostages. Thank you, President Trump. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു വേട്ട. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അലയടിച്ച് പ്രതിഷേധം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടന്നു. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്ത ഇസ്കോൺ നേതാവ് ആചാര്യ ചിന്മയ കൃഷ്ണദാസിനു വേണ്ടി ഹാജരാകാൻ അഭിഭാഷകർ ഇല്ലാത്തതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമം, കാടത്തം ഇപ്പോഴും തുടരുകയാണ്. പല രീതിയിൽ കടന്നാക്രമിക്കുന്ന നയം തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാർ വച്ചു പുലർത്തുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം ആചാര്യ ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകർ ഇല്ലാത്തതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതുമാണ്. ആദ്യത്തെ അഭിഭാഷകൻ ഏതു രീതിയിലാണ് ആക്രമിക്കപ്പെട്ടതെന്നറിയാം. ഇത്തരത്തിൽ ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യവും. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, നമസ്തേ. ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രൂരമായ അതിക്രമങ്ങളും വിവേചനവും തുടരുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഓരോ മണിക്കൂറുകളിലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ളതാണ്. കാരണം സംഘടിതമായ ആക്രമണം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിലും ഒപ്പം അതിന് മൗനമായ അനുവാദം നൽകിക്കൊണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും അതിക്രൂരതയാണ് ഹിന്ദു ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്നത്. ഹിന്ദുവും പാഴ്സിയും സിഖും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങളോട് കടുത്ത വിവേചനവും അതിക്രമവും തുടരുന്നതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഭാരതത്തിലും ഒപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിലും ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. നിലവിൽ ബംഗ്ലാദേശിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ധാക്ക ഉൾപ്പെടെയുള്ള തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഹിന്ദു സമൂഹം പരസ്യമായി നിരത്തിലേക്ക് ഇറങ്ങുകയും ഇതിനെതിരെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വ്യക്തമാക്കുന്നത് ഈ ഒരു സമയത്ത് ഇനിയും പ്രതിഷേധിച്ചില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ബംഗ്ലാദേശിൽ ജീവിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇനിയൊരു തലമുറ ഹിന്ദുവിൻ്റെയും സിഖും പാഴ്സിയും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ ഇനിയൊരു തലമുറ ബംഗ്ലാദേശിൽ ഉണ്ടാകണമെന്ന് പോലും നിർബന്ധമില്ല. അതുകൊണ്ട് പ്രതിഷേധം അനിവാര്യമാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ, അല്ലെങ്കിൽ സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞുകൊണ്ടും ഹിന്ദു സമൂഹം പൊതുനിരത്തിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന
ഹിന്ദു ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ക്രൂരമായ കാടത്തമായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. കഴിഞ്ഞ ദിവസം അഗർത്തലയിൽ നടന്നിട്ടുള്ള പ്രതിഷേധം വലിയ രീതിയിൽ അക്രമാസക്തമായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബംഗ്ലാദേശിനെ അറിയിച്ചു. കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ജമ്മു കശ്മീർ മുതൽ കന്യാകുമാരി വരെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ റാലികളും പൊതുസമ്മേളനങ്ങളും നടന്നു. എല്ലാവരും ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഭാരതം ഔദ്യോഗികമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിനോട് ശക്തമായ ഭാഷയിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഭാരതം ഔദ്യോഗികമായി തന്നെ ബംഗ്ലാദേശിനെ അറിയിച്ചിരുന്നു. നേരത്തെ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന സമയത്ത് അവിഭാജ്യ ബംഗ്ലാദേശിന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് എന്നുള്ള രീതിയിൽ 28% മുകളിലായിരുന്നു ആ മേഖലയിലെ ഹിന്ദു ജനസംഖ്യയെങ്കിൽ വിഭജനത്തിന് ശേഷം അത് 18% എത്തുകയും നിലവിൽ 7% താഴേക്ക് ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ മതന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ ജനസംഖ്യ അവിടെ 7% എത്തുന്നു. അതിലും താഴേക്ക് സിഖും പാഴ്സിയും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ എത്തുന്നു. അത്തരത്തിൽ അതിക്രൂരമായ വിവേചനം പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ബൈറ്റുകളും അവിടെയുള്ള ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വീട് ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം സ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളോട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നുകിൽ ജോലി രാജിവെച്ച് ഇവിടെ നിന്ന് വിട്ടുപോവുക അല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടാൻ തയ്യാറാവുക എന്ന വ്യക്തമായ ഭീഷണിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതഭീകര സംഘടനകൾ അല്ലെങ്കിൽ തീവ്ര മത നിലപാടുകൾ വയ്ക്കുന്ന സംഘടനകൾ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ പല സ്ഥലങ്ങളിലും ആരാധനാലയങ്ങൾ തച്ചു തകർക്കപ്പെട്ടു. നേരത്തെ ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമിയും തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുക്കുകയും കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ അവിടെ ഒരു ഹിന്ദു വിരുദ്ധ കലാപം അല്ലെങ്കിൽ ഹിന്ദു വംശഹത്യ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 100 ആളുകൾ കൊല്ലപ്പെട്ടു. വിവിധ തരത്തിലുള്ള ആരാധനാലയങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുകയും തീ വെക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള കാടത്തം തുടർന്നു വരികയും മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷവും അത്തരം കാടത്തം തുടരുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഒപ്പം ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിച്ച ഇസ്കോൺ നേതാവ് ആചാര്യ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റും വലിയ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ കേസ് കഴിഞ്ഞ ദിവസം കോടതി അഭിഭാഷകൻ ഹാജരാകാനില്ലാത്തതിനാൽ മാറ്റിവെച്ചിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരുന്നു. ശരി ജിഷ്ണു, ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ട തുടരുകയാണ്. എന്തായാലും ഇതിനെതിരെ ലോകമെമ്പാടും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് രാവിലെ തന്നെ വിദേശത്ത് നിന്നും ഒട്ടേറെ പ്രേക്ഷകർ നമ്മോടൊപ്പം കമൻറ്റ് ബോക്സിൽ ചേരാറുണ്ട്. നമുക്കറിയാം, നമുക്ക് ടി വിക്ക് മുന്നിലുമൊക്കെയായി നമ്മളെ കാണുന്ന ഒട്ടനവധി പ്രേക്ഷകരുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അവർക്കുമൊക്കെ അറിയാനായ ഒരു വാർത്തയാണ് ഇനി നൽകുന്നത്. സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം അറിയിച്ചിരിക്കുന്നു. 3 എക്സിക്യൂട്ടീവുകൾക്കെതിരെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെല്ലാം സ്മാർട്ടും ഡിജിറ്റലുമാണെന്നും ഓഫീസുകളിലേക്ക് നേരിട്ട് വരേണ്ടതില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് 3 എക്സിക്യൂട്ടീവുകൾ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത്. സ്വന്തം ഓഫീസുകൾ വലുതാക്കി വാതിലിന് പുറത്ത് മാനേജർമാരെ സെക്രട്ടറിമാരെ കാവല് നിർത്തിയായിരുന്നു 3 എക്സിക്യൂട്ടീവുകളുടെയും പ്രവർത്തനം. സർക്കാരിന്റെ മിസ്റ്ററി ഷോപ്പർ പദ്ധതി വഴി സർക്കാർ ഓഫീസുകളെ കുറിച്ച് ഉപഭോക്താക്കൾ പങ്കുവച്ച വിവരങ്ങളാണ് ദുബായ് ഭരണാധികാരി പുറത്തുവിട്ടത്. ജനങ്ങൾക്കായി വാതിൽ തുറന്നിടുക എന്ന ദുബായ് എമിറേറ്റിന്റെ സംസ്കാരത്തെ മാനിക്കാത്തവർക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ജനങ്ങളെ സേവിക്കുകയും അവരുടെ ജീവിതം സുഗമമാക്കുകയും അവരോട് നിരന്തരം ആശയവിനിമയം നടത്തുന്നതുമാണ് ദുബായിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ഈ ആശയങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് ഓർമ്മിപ്പിച്ചു. മാറിയെന്ന് കരുതുന്നവരെ ഭരണകൂടം മാറ്റുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതോടൊപ്പം എല്ലാ സർക്കാർ വകുപ്പുകളെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉദ്യോഗസ്ഥരോട് ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശിച്ചു. ജനം, ദുബായ്.
തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയ നിയമനങ്ങളിൽ CPM ഇടപെടൽ. ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ CPM നേതാക്കളുടെ ഇടപെടൽ വ്യാപകം. LC സെക്രട്ടറി, 3 LC അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നിയമനം നേടിയിട്ടുണ്ട്. കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് സ്ഥിരീകരിച്ചയാളും ഭരണസമിതിയിലെ അംഗമാണ്. ശാലിനി ചേരുന്നു. ശാലിനി, ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളെല്ലാം CPMന്റെ ഒത്താശയോടുകൂടിയാണ്, അല്ലെങ്കിൽ CPMന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇതിലെ ഭരണസമിതിയിലെ CPM അംഗങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത്. LC സെക്രട്ടറി, 3 LC അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് ഇതിൽ നിയമനം നേടിയിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടിയോട് മോശമായി പെരുമാറിയ ആയമാർ അടക്കം അവർക്കെതിരെയുള്ള നടപടികൾ വേണമെന്ന് സമൂഹത്തിൽ ശക്തമായ ഒരു നിർദ്ദേശം ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ CPM അനുകൂല ആൾക്കാരാണിത് ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നത്. രോഹിണി, അത് തന്നെയാണ്. കാര്യമായ രീതിയിൽ ഈ കരാർ നിയമനങ്ങളാണ് ദിവസവേത അടിസ്ഥാനത്തിലടക്കം നടന്ന പല നിയമനങ്ങളും അത് പാർട്ടിയുടെ തന്നിഷ്ടപ്രകാരം നടന്ന നിയമനങ്ങളാണ് എന്നുള്ള തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2.5 വയസ്സുകാരിക്ക് നേരെ ഇത്തരത്തിലൊരു വലിയ അതിക്രമം ഒരു ശിശുക്ഷേമ സമിതിയിൽ നടന്നിട്ടും കാര്യമായ നടപടികൾ ആദ്യഘട്ടങ്ങളിൽ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് കടക്കാനോ ശിശുക്ഷേമ സമിതി ആദ്യഘട്ടങ്ങളിൽ കടന്നിരുന്നില്ല. പിന്നീട് വലിയ രീതിയിൽ വാർത്തയായപ്പോഴൊക്കെയാണ് അത് നടപടിയിലേക്ക് കടക്കുകയും കേസിലേക്കും ഒക്കെ ഇപ്പം തന്നെ പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് രാഷ്ട്രീയ നിയമനങ്ങൾ പല മേഖലയിലുമുള്ളത് മറനീക്കി പുറത്തു വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ പാർട്ടി നിയമനങ്ങൾ നടത്താൻ, ഒപ്പം തന്നെ ബന്ധു നിയമനം നടത്താൻ പിണറായി സർക്കാരും ഒപ്പം തന്നെ അവർക്കൊപ്പമുള്ളവരും നടത്തുന്ന വ്യഗ്രത സമാനമായ നിലപാട് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളും വഴിവിട്ട രീതിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരടക്കമുള്ളവർ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല നിയമനങ്ങളും LC സെക്രട്ടറിമാരുടെ ഇഷ്ടത്തോടെയും ഒപ്പം തന്നെ അവരുടെ അറിവോടെയും അവരുടെ ലെറ്ററുകൾ നൽകിയുമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ളവരും നിയമനം നേടിയവരിലുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ഇഷ്ടക്കാരടക്കമുള്ളവരും ഇവരടക്കമുള്ളവരും ഈ ശിശുക്ഷേമ സമിതിയിലെ അംഗങ്ങളും പല ജോലി തസ്തികയിലേക്കടക്കം നിയമിച്ചവരുമാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കുട്ടിയോട് മോശമായി പെരുമാറിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശം പെരുമാറ്റം പല കുട്ടികളോടും, ഈ ഒരു കുട്ടിയോട് മാത്രമല്ല പല കുട്ടികളോടും നടത്തിയിട്ടുള്ള വ്യക്തി, അത് പാർട്ടി സ്ഥിരീകരിച്ച ആൾ ഭരണസമിതിയിൽ കൂടി ഉണ്ട് എന്നുള്ള കണ്ടെത്തലും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ കുട്ടികളെ നോക്കാൻ അറിയാത്ത അല്ലെങ്കിൽ കുട്ടികളുമായി യാതൊരു രീതിയിലുള്ള സമ്പർക്കവും ഇല്ലാത്ത തികച്ചും പാർട്ടി നിയമനങ്ങളും പാർട്ടിക്കാർക്കും ഒപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെയും തിരികെ കയറ്റാനുള്ള കേന്ദ്രമായി ശിശുക്ഷേമ സമിതി മാറുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞുകുട്ടിയോട് അതിക്രമം നടത്തിയതിനും ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലടക്കം പരിക്കുകളും മുറിവുകളും ഏൽപ്പിച്ച വ്യക്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് നടന്നത്. ഇവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം, പോലീസ് അന്വേഷണം പേരിലേക്ക് മാത്രം ഒതുങ്ങരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യുവജന സംഘടനകളും മഹിളാ സംഘടനകളും അടക്കമുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നു. സമാനമായി ഈ നിയമന കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 3 പ്രതികൾക്കുമെതിരെ കസ്റ്റഡി അപേക്ഷ നൽകാൻ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഒരുങ്ങുകയാണ്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം, വിശദമായി ചോദ്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ കൂടി മറനീക്കി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വ്യാപക പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുമ്പോഴും ഇത്തരക്കാരെ സംരക്ഷിക്കാനും ഇത്തരക്കാരെ നിയമിക്കാനുമുള്ള വ്യഗ്രത CPM കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലേക്കും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുട്ടികളെ പാർപ്പിക്കുന്ന ശിശുക്ഷേമ സമിതിയിലേക്കും ഒക്കെ തന്നെ കരാർ നിയമനങ്ങൾ അടക്കം നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിര നിയമനങ്ങൾ നടക്കുമ്പോൾ അവരുടെ യോഗ്യതകളടക്കം കാര്യമായി പരിശോധിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ അവർ എത്രത്തോളം നോക്കും, കുട്ടികളെ നോക്കിയുള്ള പരിചയമുണ്ടോ, അവരുടെ പ്രായം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നിയമനങ്ങൾ നടക്കുക. പക്ഷേ ഇവിടെ നിയമനങ്ങൾ നടന്നത് പലതും പാർട്ടി സെക്രട്ടറിയുടെ കത്തും ഒപ്പം തന്നെ ലോക്കൽ സെക്രട്ടറിമാരുടെ കത്തിലുമാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ശിശുക്ഷേമ സമിതിയുടെ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവർക്കും അതിനുള്ള ചുമതലയും അതിനുള്ള മറുപടി നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവരുടെ മറുപടിക്കാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. രോഹിണി.
ശരി ശാലിനി, എന്തായാലും ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളിലെല്ലാം CPM-ന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടിയോട് അതിക്രമം കാണിച്ച ആയമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് പൊതുജനം അഭിപ്രായപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പോലീസിന് നടത്താൻ സാധിക്കുമോ, അവിടെയും രാഷ്ട്രീയ സമ്മർദ്ദവും ഇടപെടലും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ദുരന്തം അത് അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ സഹായം നൽകുന്നത് പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന് ഇതുവരെ നൽകിയ സഹായവും പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അറിയിച്ചേക്കും. കേരളം ആവശ്യപ്പെട്ട 2219 കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ തന്നെയാണ് ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. ജിഷ്ണു, ഇത് തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഇതിന്മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, കേന്ദ്ര സഹായം സംബന്ധിച്ച്. പക്ഷേ കൃത്യമായ സമയങ്ങളിൽ ഇടപെട്ട് കേന്ദ്ര സഹായം അനുവദിക്കുന്നത് നടന്നു പോരുക തന്നെയാണ്. ഇന്നിപ്പോൾ അതിലെന്താണ് കൂടുതലായി ഉണ്ടാവുക, കേരളം പ്രതീക്ഷിക്കേണ്ടത്? വീണ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ള സഹായവുമായി ബന്ധപ്പെട്ടും പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അറിയിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജ് നൽകുന്നതിനായി മന്ത്രാലയം പരിശോധിക്കുന്നത്. ഇതിന് മന്ത്രാലയ സമിതി ഇത് സംബന്ധിച്ച പരിശോധന നടത്തി വരികയാണ്. വീണ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ദുരന്തം നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ അടുത്തിടെയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട്, എന്തെല്ലാം തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി, എത്രത്തോളം ദുരിതാശ്വാസ പ്രവർത്തനം ആവശ്യമാണ്, അതിന് എത്രത്തോളം രൂപ ആവശ്യമുണ്ട് എന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അടുത്തിടെ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. നിലവിൽ നവംബർ 16-ന് 153 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ 750-ലധികം കോടി രൂപ നിലവിൽ ഉണ്ട്. അക്കാര്യവും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായ സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ലഭ്യമാകുന്നു. പ്രത്യേക പാക്കേജ് 2271 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏത് രീതിയിൽ നൽകാനാകും എന്നത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തി വരികയാണ്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ജനം TV-യുടെ കൂടെ ഒരു അപ്രതീക്ഷിത അതിഥി കൂടി ചേരുന്നുണ്ട്. നടക്കാനിറങ്ങിയ PK കൃഷ്ണദാസനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാണ്. നമസ്കാരം. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നടത്തം നിർത്തുന്നത് പിടിച്ചത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ദുരിതാശ്വാസ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് BJP-യുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? അതായത് നമ്മുടെ വയനാട് ദുരന്തം അതീവ ദുരന്ത മേഖലയായി കണക്കാക്കിക്കൊണ്ട് പുനരധിവാസത്തിന് ആവശ്യമായ തുക കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നതിന് മുൻപും വയനാട് സന്ദർശിച്ച സമയത്തും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്താണോ പ്രഖ്യാപിക്കുന്നത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഇന്ത്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സവിശേഷതയാണ്, പ്രത്യേകതയാണ്. പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് മാത്രം പ്രഖ്യാപിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്ന സ്വഭാവമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എന്താണോ അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് പ്രാവർത്തികമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വന്ന സമയത്ത് നമ്മുടെ കേന്ദ്രം അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു, നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 783 കോടി രൂപ ഒരു നയാ പൈസ ചെലവഴിക്കാതെ ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിൽ 783 കോടിയുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായ തുക ഇതിൽ നിന്നും ചെലവഴിക്കാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ അനുമതിയും അനുവാദവും നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ഹൈക്കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയതാണ്. ഈ പണത്തിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചെലവഴിച്ചുകൂടാ, കേന്ദ്രത്തിൻ്റെ പണമാണ്, സംസ്ഥാനത്തിന് നയാ പൈസയില്ല എന്ന് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂലൈ 31-ന്
അടിയന്തര ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അടിയന്തര സഹായം എന്നോണം 153 കോടി കൊടുത്തിട്ടുണ്ട്. നവംബർ മാസം വീണ്ടും 183 കൊടുത്തിട്ടുണ്ട്. ഇതാ വീണ്ടും ചെറിയ അടിയന്തര ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ അടുത്ത ദിവസവും തുക കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്താണ് അതീവ ദുരന്ത നിവാരണ മേഖലയായി കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ തുക അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നത്. അവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഉദാരമായ നിലപാടാണ് ഇക്കാര്യം സ്വീകരിച്ചത്. ഇത്തരത്തിൽ ഫണ്ട് നൽകുന്നു എന്ന് പറയുമ്പോഴും ഈ വയനാടുണ്ടായിട്ടുള്ള ദുരന്തം നമുക്കറിയാം, മനുഷ്യ മനസ്സുകളെ വിറപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഏവർക്കും ദുഃഖം ഉണ്ടാക്കുന്ന തരത്തിൽ ആ ദുഃഖത്തിൻ്റെ ബാക്കിപത്രമായ നിരവധി ആളുകൾ ആ വയനാട്ടിലുണ്ട്. അവർക്ക് ലഭിക്കേണ്ട ദുരിതാശ്വാസ തുക അല്ലെങ്കിൽ അവരുടെ ഒരു പുനരധിവാസം സംബന്ധിച്ച നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിലൊരു രാഷ്ട്രീയം കളി നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെല്ലാം തന്നെ CPM അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ വയനാടിനെ അവഗണിച്ചു, യാതൊരു തരത്തിലുമുള്ള പുനരധിവാസ പാക്കേജ് നൽകിയിട്ടില്ല എന്നാണ്. അതെ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 6000 പ്രതിമാസ വാടക അത് ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി നൽകുന്നില്ല. മാത്രമല്ല പ്രതിമാസമായിട്ട് അവർക്ക് ലഭിക്കുന്ന നാമമാത്രമായ തുക അതും കൊടുക്കുന്നില്ല. അതിനപ്പുറത്ത് ശാശ്വതമായ ദുരന്ത നിവാരണം എന്ന നിലക്ക് ഒരു പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും എത്ര കുടുംബത്തിനാണ് വീട് നൽകാൻ വേണ്ടി പോകുന്നത്, എവിടെയാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്, എവിടെയാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്, എത്ര വീടുകൾ നിർമ്മിക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു, എത്ര മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പോകുന്നു, ആ പ്രദേശത്ത് വൈദ്യസഹായത്തിന് സൗകര്യമുണ്ടോ, വിദ്യാഭ്യാസ സഹായത്തിന്, ഇതൊക്കെ അടങ്ങുന്ന ഒരു ബൃഹത്തായിട്ടുള്ള സമഗ്രമായ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. മാസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെ 1 ഇഞ്ച് പോലും അക്കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് കാണിക്കുന്നത്. മാത്രമല്ല അവഗണന, ആത്മാർത്ഥതയില്ലായ്മ, കാര്യക്ഷമതയില്ലായ്മ, കഴിവില്ലായ്മയാണ് സംസ്ഥാന ഗവൺമെൻറ് കഴിവില്ലായ്മയും കാര്യക്ഷമതയില്ലായ്മയും ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത്. ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കേന്ദ്രം പണം തരുന്നില്ല എന്ന കള്ളക്കഥയാണ് മുഖ്യമന്ത്രിയും LDF പ്രചരിപ്പിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടും കൊള്ളരുതായ്മയും ആത്മാർത്ഥതയില്ലായ്മയും പുറത്തു കൊണ്ടുവരേണ്ട UDFും കോൺഗ്രസും അവർ മുഖ്യമന്ത്രിയെ ജനരോഷത്തിന് രക്ഷപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് LDFനോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും UDFും സംയുക്തമായിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതായത് IND സഖ്യമാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളൊരു തെളിവാണ്. ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെൻറ് അനുഭാവപൂർണമായ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരള ഗവൺമെൻറ് പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ വളരെ പ്രകൃതി ദുരന്തത്തെക്കാൾ അതിനേക്കാൾ വലിയൊരു ദുരന്തമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാറുന്നു. അതിനോട് UDF ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് വർത്തമാനകാല കേരളം കാണുന്നത്. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് വയനാട്ടിലെ ജനങ്ങളെ ഒരിക്കലും അവഗണിക്കില്ല. അവരെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ സഹായവും സാമ്പത്തിക സഹായവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യും. പ്രധാനമന്ത്രി എന്താണോ പ്രഖ്യാപിച്ചത് അത് 100% നടപ്പാക്കുമെന്ന കാര്യം സംശയമില്ല. ഏതായാലും ഇന്നയോ നാളെയോ ഇക്കാര്യം നമ്മുടെ ലോകസഭയിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹർത്താൽ പ്രഖ്യാപിക്കുകയും കേന്ദ്രത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്നതാണ് BJP അഭിപ്രായം. ഓക്കെ, വളരെയധികം നന്ദി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട BJPയുടെ വിഷയമാണ് അല്ലെങ്കിൽ BJP മുൻപോട്ട് വയ്ക്കുന്ന വിഷയമാണ് PK കൃഷ്ണദാസ് അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക പാക്കേജ് നൽകുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ലോക്സഭയിൽ ഒരു വിശദീകരണം നൽകും എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കേരളം 2271 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് മന്ത്രാലയ സമിതി പരിശോധിച്ചു വരികയാണ്. നിലവിൽ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ നവംബർ 16 153 കോടി രൂപ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ മാത്രം 750 കോടിക്ക് മുകളിൽ തുകയുണ്ട് എന്നുള്ളതും അത് വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതുമാണ്
കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് കാര്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ മാത്രം 700 കോടിയിലധികം രൂപയുണ്ട്. എന്നാൽ അതിലൊരു രൂപ പോലും വയനാട് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള, വീട് നഷ്ടപ്പെട്ടിട്ടുള്ള, ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുള്ള, അത്രയധികം ദുരന്തം ബാധിച്ചിട്ടുള്ള മേഖലയിൽ ആശ്വാസമാകുന്നതിന് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ PK കൃഷ്ണദാസ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും വയനാടിന് എന്ത് പ്രത്യേക പാക്കേജ് ലഭ്യമാകും എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാൻ നീക്കം നടത്തി MLAയും പഞ്ചായത്ത് ഭരണസമിതിയും. 1 ഏക്കറിലധികം വരുന്ന മിച്ചഭൂമി മൈതാനത്തിനായി നേടാൻ ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് വഴിവിട്ട നീക്കം. ചൂർണിക്കരയിൽ മാത്രം 600-ലധികം കുടുംബങ്ങൾ ഭൂമിയും വീടുമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് MLAയുടെ ഈ നടപടി. ഇതിനായി MLA കത്ത് നൽകിയതിന്റെ രേഖകൾ ജനം TVക്ക് ലഭിച്ചു. ആ റിപ്പോർട്ടിലേക്ക്. ഭൂമിയില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിലാകുകയും 600-ലധികം കുടുംബങ്ങൾ ഭൂഭവനരഹിതരായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ ഭവന പദ്ധതിക്കായി കരുതിയ 1 ഏക്കർ മിച്ചഭൂമി കളിസ്ഥലത്തിന് വിട്ടു നൽകണമെന്നാണ് ആലുവ MLA അൻവർ സാദത്ത് ആവശ്യപ്പെടുന്നത്. ചൂർണിക്കര പഞ്ചായത്ത് 8-ാം വാർഡിൽ അശോക ടെക്സ്റ്റൈൽസിൽ നിന്നും ഏറ്റെടുത്ത 1 ഏക്കറിലധികം വരുന്ന ഭൂമിയാണ് അശോക മൈതാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിച്ചഭൂമിയായുള്ള ഭൂമികൾ സർക്കാരിന്റെ ഭവന പദ്ധതികൾക്ക് വിനിയോഗിക്കണമെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ഈ ഭൂമി മൈതാനത്തിനായി കൈമാറണമെന്ന ആവശ്യവുമായി ആലുവ MLA അൻവർ സാദത്തും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തുന്നത്. ഈ ആവശ്യമുന്നയിച്ച് MLA നൽകിയ കത്തിൽ തൊട്ടടുത്ത 9-ാം വാർഡിൽ കൊടികുത്തിമലയിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 52 സെന്റ് വിസ്തീർണമുള്ള മൈതാനമുള്ള കാര്യം മറച്ചുവെച്ചിരുന്നു. ഞങ്ങൾ കളിസ്ഥലത്തിനോ മറ്റ് യാതൊരു ഇവിടെ മറ്റ് സ്പോർട്സിനും ഗെയിംസിനും ഒന്നും ഇവിടെ ആരും എതിരല്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഈ പഞ്ചായത്തിൽ വലിയൊരു ഭാഗം ജനങ്ങൾ ഇരിക്കുമ്പോൾ അവരെ അവഗണിച്ചിട്ട് ഇപ്പോൾ നിലവിൽ അത്തരം സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രണ്ടാമതൊരു കളിസ്ഥലം വേണം, അത് അവിടെ തന്നെ വേണമെന്ന് ശടിക്കുന്നത് തികച്ചും യുക്തിരഹിതവും അത് മനുഷ്യത്വവിഹീനവുമാണെന്ന് പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ പഞ്ചായത്ത് ഭരണാധികാരികളും ആലുവ ഇവിടെ ബഹുമാനപ്പെട്ട MLAയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം റവന്യൂ മന്ത്രിയെയും തദ്ദേശ മന്ത്രിയെയും ഒക്കെ സമീപിച്ച് കളിസ്ഥലം 1 ഏക്കറിൽ തന്നെ നിലനിർത്തുക എന്ന ആവശ്യത്തിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അശോക ഭൂമി മൈതാനത്തിന് നൽകിയാൽ ലൈഫ് ഭവന പദ്ധതിക്കായി എന്ത് ബദൽ സംവിധാനം ഏർപ്പെടുത്താനാകുമെന്ന ചോദ്യവും ഉയരുകയാണ്. FITയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഉപയോഗശൂന്യമായി കിടപ്പുണ്ടെന്നും അത് പദ്ധതിക്കായി ഏറ്റെടുക്കാൻ പരിശ്രമിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൈതാനം ഒരുങ്ങുന്നത് നല്ല കാര്യമെങ്കിലും കയറിക്കിടക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നമല്ലേ ആദ്യം പരിഹരിക്കപ്പെടേണ്ടതെന്ന ചോദ്യമാണ് ഭവനരഹിതരായ കുടുംബങ്ങൾ ഉയർത്തുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇത്തരത്തിൽ ഈ ചൂർണിക്കര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണോ MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് നടത്തുന്നത്? കാരണം ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈതാന രൂപീകരണത്തിനാണോ പ്രസക്തി, അതോ ഭൂരഹിതരായവർക്ക് കിടപ്പാടം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതാണോ? എന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്? രോഹിണി, ഇത് MLA അടക്കമുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ഒരു നിലപാടായി മാറുകയാണ്. ഈ ലൈഫ് ഭവന പദ്ധതിയിലെ എന്ന് വീട് കിട്ടും എന്ന് കാത്തു കഴിയുന്ന 600-ലധികം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർ ചിലർ വാടക വീടുകളിൽ കഴിയുന്നു, ചിലർ ബന്ധു വീടുകളിൽ കഴിയുന്നു. ആ രീതിയിൽ വളരെ ദുരിത ജീവിതം അനുഭവിക്കുന്നു. മറ്റ് ക്രിസ്ത്യൻ മിഷനറിയുടെ കുറേ കെട്ടിടങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ ക്രിസ്ത്യൻ മിഷനറി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും വീട് നേടിയെടുക്കണം, എത്രയും വേഗം അവിടുന്ന് ഒഴിയണമെന്ന് പറഞ്ഞു. അത് ആ വാർത്ത നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ്. ഇത്തരം വലിയ ആശങ്കയിൽ ഒരു കൂട്ടം ജനങ്ങൾ കഴിയുമ്പോഴാണ് ഒന്നും കണ്ടിട്ടില്ല എന്ന മട്ടിൽ ഈ ജനപ്രതിനിധികൾ കളിക്കാനുള്ള മൈതാനത്തിന് വേണ്ടി ഇത്രയേറെ പങ്കപ്പാടുകൾ പെടുന്നത്. എന്നാൽ ഈ FITയുടെ ഭൂമി ഇതിനായി ഉപയോഗിക്കുമെന്ന് പറയുന്നു. അത് വിട്ടു കിട്ടണം എന്ന് പറഞ്ഞ് MLA നിലപാടെടുക്കുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ചെയ്തിട്ടില്ല. പഞ്ചായത്ത് പറയുന്നത് FITയുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പണിയാം. ഈ ഗുണഭോക്തൃ പട്ടികയിലുള്ള ഓരോ
കുടുംബങ്ങളും ഇവിടെയൊക്കെ പുറമ്പോക്കൊണ്ടെന്ന് തേടി നടക്കുകയും അതിനെതിരെ പരാതി കൊടുത്ത് അളപ്പിച്ച് അത് ഭൂമി സർക്കാരിൻ്റെതാണെന്ന് കണ്ടെത്താനുള്ള പ്രയത്നം നടത്തുകയും ചെയ്യുമ്പോഴാണ് ഒരേക്കറിലധികം വരുന്ന ഭൂമി ഇപ്പോഴും കുട്ടികൾ കളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നു. ആ ഭൂമിയിൽ എന്നേ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ എന്നേ അവിടെ വീടുകൾ കെട്ടാമായിരുന്നു. എന്നാൽ അതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൽ ആ ഒരു സാഹചര്യത്തിലാണ് MLA ഇത്തരമൊരു ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കുന്നത്. ഇതിൽ മന്ത്രി രാജീവിൻ്റെയും റവന്യൂ മന്ത്രിയുടെയും എല്ലാം സാന്നിധ്യത്തിൽ യോഗം കൂടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് പഠിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പഠിച്ചൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാകുന്നത്. റവന്യൂ വകുപ്പ് ഇതുവരെയുള്ള അവരുടെ നടപടിക്രമങ്ങളിലെല്ലാം തന്നെ ഇത് മിച്ചഭൂമിയാണെന്നും അത് ഭവന പദ്ധതികൾക്കായാണ് വിനിയോഗിക്കേണ്ടതെന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും ഇതിലൊരു തീരുമാനം വൈകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് MLA ഇത്തരം ഒരു നിലപാടിലേക്ക് പോയത്? ഇവിടുത്തെ ഭവനരഹിതരായ കുടുംബങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങളാരും കളിസ്ഥലത്തിനെതിരല്ല, അങ്ങനെ കളിസ്ഥലത്തിനാണ് അത് കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വീടൊരുക്കാൻ ഒരു ബദൽ സംവിധാനം വേണ്ടേ? അത് കണ്ടെത്തിയിട്ട് വേണ്ട ഇത്തരത്തിലൊരു നിർദ്ദേശം ഒരു ജനപ്രതിനിധി, അത് MLA പോലെ ഒരാൾ മുന്നോട്ട് വെക്കാൻ. ഈ ഒരു വലിയ ഒരു പ്രതിസന്ധിയാണ് ഇത്തരം MLAയുടെ നീക്കത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അതിന് ശാശ്വത പരിഹാരം കാരണം ഇത്തരത്തിൽ കഴിയുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങൾ, അതായത് 2000-ലധികം പേരാണ് ഇതിൻ്റെ ഒരു ആശങ്ക ഒരു പഞ്ചായത്തിൽ നേരിടുന്നത്. അതുമല്ല, ഈ 100 ഏക്കർ ഭൂമിയിൽ അവിടെ ഭവന പദ്ധതി ആരംഭിച്ച് അവിടെ അതിന് തുടക്കമായാൽ അത് ചൂർണിക്കരയിലെ മാത്രമല്ല സമീപ പഞ്ചായത്തുകൾ കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഭവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നതാണ്. ഈ ഭൂമി ഏറ്റവും വലിയ വെല്ലുവിളി, അത് സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഭൂമി കണ്ടെത്താനുള്ള പ്രയാസം അത് തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു ഭൂമി കളിസ്ഥലത്തിന് വിട്ടുകൊടുക്കാനുള്ള നീക്കവുമായി ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരെ മാറിയാണ് കൊടികുത്തിമല. അവിടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഒരു മൈതാനം ഉള്ളതുമാണ്. രോഹിണി. ശരി സുധീഷ്, എന്തായാലും ഈ രാഷ്ട്രീയ വടംവലിക്കിടെ കിടപ്പാടം ലഭ്യമാകാതെ 600ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വിഷമത അനുഭവിക്കുന്നത്. കളിസ്ഥലം വേണം, അത് ആവശ്യകത തന്നെയാണ് പുതിയ തലമുറയ്ക്ക്. പക്ഷേ ഇത്രയും കുടുംബങ്ങളുടെ ഈ കിടപ്പാടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല തൊട്ടടുത്ത് മറ്റൊരു കളിസ്ഥലം ഉണ്ട് തന്നെ, അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ. ഈ ആലപ്പുഴയിലെ കളർകോട് വാഹനാപകടം ഉണ്ടായിട്ട് 2-3 ദിവസമായി. പക്ഷെ അതിൻ്റെ ആഘാതം സത്യത്തിൽ മനസ്സിൽ നിന്ന് പോകുന്നില്ല അല്ലേ? 5 കുട്ടികൾ മരിച്ചുപോയ ഒരു അവസ്ഥ, അവരുടെ മുഖങ്ങൾ മറക്കാൻ കഴിയുന്നില്ല. ഏതായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട് 5 പേർ. അവരെ കൊണ്ട് നമുക്കിനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. 4 പേരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. ആശ്വാസമാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ വിദ്യാർത്ഥിയുടെ നില പക്ഷേ ഗുരുതരമായി തുടരുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് രാവിലെ ചേരും. വാഹന ഉടമയുടെ മൊഴിയെടുത്തെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷമാകും വാഹന ഉടമയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാവുക. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, നമസ്തേ. ഈ ആദ്യം അറിയേണ്ടത് ഈ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് പറയുന്നത് ആശാവഹമാണ്, സന്തോഷകരമായ കാര്യമാണ്. അതേസമയം ഇതിനെ ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വീണ, രോഹിണി, ഗുഡ് മോർണിംഗ്. 5 പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഒരാളെ, ആൽവിൻ ജോർജ് എന്ന് പറയുന്ന ഗുരുതരാവസ്ഥയിലുള്ള വിദ്യാർത്ഥിയെ ഇന്നലെ തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആൽവിൻ്റെ നിലയിൽ പുരോഗതി ഉണ്ടോ എന്നുള്ള കാര്യം ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ആൽവിനുള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ആംബുലൻസിലായിരുന്നു ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിലിപ്പോൾ പുരോഗതി ഉള്ളത് മനു ആനന്ദ്, ദേവാനന്ദ് എന്നീ 2 വിദ്യാർത്ഥികളാണ്. ദേവാനന്ദല്ല, മനു ആനന്ദ്, ദേവാനന്ദ് എന്ന് പറയുന്ന 2 വിദ്യാർത്ഥികളുടെ നിലയിൽ പുരോഗതിയുണ്ട്. ഇവർ 2 പേരും വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞിരുന്നത്. 2 പേരുടെയും വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയിട്ടുണ്ട്. 2 പേരുടെയും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഗൗരി ശങ്കർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ഗൗരി ശങ്കർ ആയിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. ഗൗരി ശങ്കറിനെ പ്രതിയാക്കി ആലപ്പുഴ സൗത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏത് വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഗൗരി ശങ്കറിനെ പ്രതി ചേർത്തായിരുന്നു കോടതിയിൽ സൗത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില, ഇപ്പം നിലവിലെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനായി
രാവിലെ 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. 10 വിദഗ്ധ ഡോക്ടർമാരുടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 10 വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘമാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. ഇവർ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേരും. ഈ വിദ്യാർത്ഥികൾക്ക് അപകട സമയത്ത് കാലുകൾക്കും തോളലിനുമൊക്കെ പരിക്കേറ്റിരുന്നു. തോളലിലും കാലുമൊക്കെ പൊട്ടിയ ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നായിരിക്കും ഇവരുടെ എല്ലുകൾക്ക് ഓപ്പറേഷൻ നടത്തുക. തോളലിനും ഒപ്പം തന്നെ തുടയലിനുമൊക്കെ പൊട്ടലുണ്ട്. ഇതിന് ഓപ്പറേഷൻ എന്നായിരിക്കും നടത്തുക എന്നുള്ള കാര്യത്തിലും ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡിൽ തീരുമാനമുണ്ടാകും. ഈ വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന ആശ്വാസകരമായ വാർത്തകളാണ് ഇന്നലെ വൈകിട്ട് മുതൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും വീണ പറഞ്ഞതുപോലെ തന്നെ നമുക്കിനി അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പുറത്തേക്ക് വരാനുള്ള പ്രാർത്ഥനകളാണ് ഇനി വേണ്ടത്. ഒപ്പം തന്നെ ഈ വാഹന ഉടമയെ ഇതുവരെ ഒരു കേസിലും പ്രതി ചേർത്തിട്ടില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, സമാന്തരമായി പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ, ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ആക്സിഡന്റ് നടന്ന സ്പോട്ടാണ്, ഇവിടെ എത്തി ഇന്നലെയും ഒക്കെ പരിശോധനകൾ നടത്തിയിരുന്നു. വിവിധ വകുപ്പുകളുടെ പരിശോധനകളും ഒക്കെ തന്നെ കൂടുതൽ വിശദമായ പരിശോധനകളൊക്കെ ഇന്നലെ ഇവിടെ നടന്നിരുന്നു. എന്തായാലും ഈ വാഹന ഉടമയിൽ നിന്നും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ മൊഴി വിശദമായി തന്നെ പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷമായിരിക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തുക. അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ശേഷമായിരിക്കും വാഹന ഉടമയെ ഏതെങ്കിലും തരത്തിൽ വാഹന ഉടമയ്ക്കെതിരെ നടപടിയിലേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുക്കുക. വാഹന ഉടമയ്ക്കെതിരെ നിലവിൽ കേസുകളുണ്ട്. ഇതുപോലെ വാഹനം വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം അപകടങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. എങ്കിലും നിലവിൽ വാഹന ഉടമയ്ക്കെതിരെ യാതൊരു നടപടിയും മോട്ടോർ വാഹന വകുപ്പും പോലീസും എടുത്തിട്ടില്ല. ഇനി ഈ കുട്ടികളെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഈ നടപടികളിലേക്കൊക്കെ പോവുക. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഈ അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇന്നോ നാളെയോ ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. നിലവിൽ നൽകാനുള്ള വിവരം എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ കഴിയുന്ന 5 വിദ്യാർത്ഥികളിൽ 4 പേരുടെയും നിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. വീണ, രോഹിണി. ഓക്കെ, ശരി നിഷ. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അതിനു മുൻപ് വീണയുടെ ശബ്ദം ശരിയായോ എന്ന് ചെറിയ മരുന്ന് അല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടയ്ക്ക് ശബ്ദം ഒന്ന് ഉടക്കിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്രതിവിധിയും എല്ലാം തന്നിട്ടുണ്ട് പ്രേക്ഷകർ. എന്തായാലും അതൊന്ന് പാലിച്ചു നോക്കണം. ശരി. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആ റിപ്പോർട്ടിലേക്ക്. ഭരണഘടനാ അധിക്ഷേപത്തിൽ സജി ചെറിയാന് പരമാവധി കവചമൊരുക്കുകയാണ് സർക്കാർ. സത്യസന്ധനായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ അടയിരുന്നത് ഒരാഴ്ചയിലേറെ. ഒടുവിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്. കൊല്ലം ക്രൈംബ്രാഞ്ച് SP സുരേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പോലെയുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി അപ്പീൽ പോകുന്നത് വരെ കാര്യമായ അന്വേഷണം ഉണ്ടാകില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹൈക്കോടതി വിധിയിൽ അപ്പീൽ പോകാൻ CPM സജി ചെറിയാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ തിരിച്ചടി ഭയന്ന അപ്പീൽ നീക്കം വൈകിപ്പിക്കുകയാണ് മന്ത്രി. അധിക്ഷേപം ഭരണഘടനയ്ക്കെതിരെ ആയതിനാൽ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ധാർമ്മികത ഒരു പ്രാവശ്യം മതിയെന്ന നിലപാട് ആവർത്തിക്കാതെ രാജിവെക്കേണ്ടി വരുമെന്നതാണ് സജി ചെറിയാനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ജനം, തിരുവനന്തപുരം. ഈ മാസപ്പടി കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് EDയും. SFIയുടെ അന്തിമ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് ED തുടർ നടപടികൾ സ്വീകരിക്കും. കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം കോർപ്പറേറ്റ് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും EDയുടെ അന്വേഷണ പരിധിയിലുമുണ്ട്. CMRലും മുഖ്യമന്ത്രിയുടെ മകൾ TVNയുടെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത, കള്ളപ്പണ ഇടപാട് സാധ്യതകൾ, സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ, കോർപ്പറേറ്റ് അഴിമതി എന്നിവയാണ് EDയുടെ അന്വേഷണ പരിധിയിലുള്ളത്. ആദായ നികുതി കണക്കുകളിൽ കാണിക്കാത്ത 103 കോടി രൂപയുടെ ചെലവുകൾ ആദായ നികുതി വകുപ്പും ROCയും കണ്ടെത്തിയിരുന്നു. ROCയുടെ തൽസ്ഥിതി റിപ്പോർട്ടിലും ഇത് വ്യക്തമാക്കിയിരുന്നു. കള്ളക്കണക്കുകളിൽ കാണിച്ചിരിക്കുന്ന പണം ആർക്കാണ് കൈമാറിയത് എന്നതിലെ ദുരൂഹത പുറത്തുവരേണ്ടതുണ്ട്. ഇതു സംബന്ധിച്ച നിർണായക ചോദ്യം ചെയ്യലുകളിലേക്ക് EDക്ക് കടക്കേണ്ടതുണ്ട്. സർക്കാരിൽ നിന്ന് അനധികൃത സേവനങ്ങൾ കൈപ്പറ്റിയതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ മാസപ്പടിയാണ് CMRൽ എക്സലോജിക് ഇടപാടുകൾ എന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ IT സേവനങ്ങൾ നൽകിയതിനാണ് 1,72,00,000 രൂപ ലഭിച്ചതെന്ന് എക്സലോജിക്കും പണം നൽകിയത് സേവനങ്ങൾക്കാണെന്ന് CMRലും വാദിച്ചിരുന്നു.
103 കോടി രൂപയുടെ കൃത്രിമ കണക്കുകളിൽ CMRലിന് മറുപടിയില്ല. ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി വിലയിരുത്തിയും 2 ആഴ്ചക്കകം SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചുമായിരിക്കും EDയുടെ തുടർ നീക്കങ്ങൾ. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. KPCC പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടും തീരാതെ തർക്കങ്ങൾ. KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും ആവശ്യം. മുതിർന്ന നേതാക്കളടക്കം നിർജീവമായവരെ നീക്കി ശുദ്ധികലശത്തിനും സാധ്യത. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്? അതോടൊപ്പം ഈ പുനഃസംഘടനയിൽ സ്ഥിരമുണ്ടാകുന്ന തർക്കങ്ങൾ തന്നെ ഇത്തവണയും നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി, അങ്ങനെ തന്നെയാണ്. AICC മാതൃകയിൽ KPCC പുനഃസംഘടന, അതാണ് സംസ്ഥാനത്തും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ KPCCയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ഒക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതി ഈ ചർച്ചയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല തർക്കങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. ഒരു വിഭാഗം ആളുകൾ KPCC അധ്യക്ഷൻ മാറ്റണം എന്നുള്ളൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സുധാകരനെ മാറ്റി മറ്റൊരു നേതൃത്വം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരണമെന്നുള്ളതാണ് ഈ മറ്റ് ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ KPCC പുനഃസംഘടനയിൽ നടക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും പിന്നീട് അത് തമ്മിൽ തല്ലിലേക്കും ഗ്രൂപ്പ് പോലിലേക്കും ഒക്കെ എത്തുന്നത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയും ഉള്ളത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ പുനഃസംഘടന അധികം വൈകിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. പക്ഷെ അവിടെയും ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക നിൽക്കുന്നത്. അതിൽ ഭാരവാഹികളിൽ 50% യുവനിരയ്ക്കും 25% വനിതകൾക്കും OBCക്കും SC/ST വിഭാഗങ്ങൾക്കും നൽകണം എന്നുള്ളതാണ് AICC അജണ്ട. സ്വാഭാവികമായും ആ സമവാക്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് എത്രത്തോളം തർക്കങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ AICC നേതൃത്വത്തിനും ആശങ്കയുണ്ട്. എന്തായാലും അതിൽ ഈ ഗ്രൂപ്പ് പോലെ തന്നെയാണ് പ്രധാന ഘടകമായി നിൽക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ സുധാകരനും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. പല ഘട്ടങ്ങളിലും ഭിന്ന അഭിപ്രായം ഇരുവരും പറയുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ആശങ്കകളും തർക്കങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ ഈ പുനഃസംഘടന പൂർത്തീകരിക്കാനുള്ളൊരു ചർച്ചകളാണ് KPCC നടത്തുന്നത്. പക്ഷേ അത് കാര്യമായ പുരോഗതി കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ VD സതീശനും സുധാകരനും തമ്മിലുള്ള അകൽച്ച അത് ഒതുക്കി തീർക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. ഒപ്പം തന്നെ ഇരുവരും നൽകുന്ന പട്ടിക എത്രത്തോളം അംഗീകരിക്കും, എത്രത്തോളം തള്ളും, അതിൽ എത്ര വനിതകൾ ഉണ്ടാകും, OBC വിഭാഗങ്ങൾക്ക് എത്ര പരിഗണന ലഭിക്കും, ഒപ്പം തന്നെ SC/ST വിഭാഗങ്ങൾ, യുവനിര, ഇതിലായിരിക്കും ഇനി തമ്മിൽ തല്ല് രൂക്ഷമാകാൻ പോകുന്നത്. ആ തമ്മിൽ തല്ലിൽ ഒരുപക്ഷെ പുനഃസംഘടന വലിയ രീതിയിൽ നീളാനുള്ള സാധ്യതയുമുണ്ട്. മുൻപൊക്കെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ജംബോ പട്ടിക കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ആ ജംബോ പട്ടിക വേണ്ട, പകരം കൃത്യമായൊരു പട്ടിക നൽകാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ വർക്കിംഗ് പ്രസിഡന്റ് അടക്കം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. മുതിർന്ന പല നേതാക്കന്മാരും നിർജീവമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു യുവനിരയെ കൊണ്ടുവരണമെന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വം അറിയിക്കുന്നത്. ആ നേതൃത്വം പറയുന്ന അല്ലെങ്കിൽ ആ ഭാഗം പറയുന്നത് കേൾക്കാൻ മറ്റ് ആളുകൾ എത്രത്തോളം തയ്യാറാക്കുമെന്നതിനെ പറ്റിയിരിക്കും ഈ പുനഃസംഘടന മുന്നോട്ട് പോകുകയും തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശാലിനി, അതോടൊപ്പം നമുക്കറിയാം ഈ പുനഃസംഘടനയിൽ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ വീതം വയ്പ്പാണ് ഏറ്റവും അധികം പ്രശ്നമായി ഉയരുന്നത്. AI ഗ്രൂപ്പുകൾ, മറ്റൊരു പക്ഷം KC വേണുഗോപാൽ പക്ഷം, ഇങ്ങനെയൊക്കെ തരംതിരിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായി വീതം വയ്ക്കുക എന്നുള്ള നിലപാടാണോ ഇനിയും സ്വീകരിക്കേണ്ടി വരിക? അതോ കൃത്യമായി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തന ശൈലി, മികവ് ഇവയൊക്കെ അനുസരിച്ച് തന്നെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ KPCCക്ക്? അത് മാത്രമല്ല, ശുദ്ധികലശം എന്ന് പറയുമ്പോൾ അത് തമ്മിലടിയായി മാറുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു.
തീർച്ചയായും രോഹിണി വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിലെ പുനഃസംഘടന എപ്പോഴും തമ്മിത്തല്ലിലേക്കും വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പല ഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിലേക്കും ഒക്കെ പോകാറുണ്ട്. എന്തായാലും ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് AICCയുടെ മാതൃകയിൽ, അതായത് നിലവിൽ കേരളത്തിൽ വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങൾ കൂടാതെ ജനറൽ സെക്രട്ടറിമാരെയും അവരെ സഹായിക്കാൻ സെക്രട്ടറിമാരെയും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ആ ചർച്ചയിൽ ഈ പറഞ്ഞതുപോലെ ശുദ്ധികലശം നടക്കുക, ഒപ്പം തന്നെ പല നിർജീവമായ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവരുണ്ട്. പ്രായാധിക്യം മൂലം പ്രവർത്തന മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മറ്റൊരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ അവർക്ക് പകരം യുവ നേതാക്കന്മാരെ കൊണ്ടുവരികയാണെങ്കിൽ അതും തർക്കങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതിലും സംശയമില്ല. പല ഘട്ടങ്ങളിലും ഈ യുവനിര കോൺഗ്രസിൽ ഇപ്പോൾ ശക്തമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രായമായ പല ആൾക്കാരും അതിനെ ബദലായി അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് സ്ഥാനം പിടിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടത്താറുണ്ട്. കേന്ദ്രത്തെയൊക്കെ സഹായത്തിനായി തേടാറൊക്കെ ഉണ്ട്. അതൊക്കെ ഫലം കാണുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും AICC മാതൃകയിൽ അത്ര എളുപ്പമൊന്നും കേരളത്തിലെ KPCC പുനഃസംഘടന നടക്കില്ല എന്നുള്ളതാണ് ഈ തുടക്കത്തിലുള്ള കല്ലുകടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രോഹിണി വീണ. ശരി ശരി ശരി. ഇപ്പോൾ ഈ CPM-ന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പാർട്ടി സമ്മേളനങ്ങൾ എപ്പോൾ ആരംഭിച്ചോ അപ്പോൾ മുതൽ അവിടെയും തമ്മിലടിയും വിമത വിഭാഗങ്ങൾ ഇങ്ങനെ റോഡിലിറങ്ങുക, സമാന്തര പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല മിക്കവരും ഒരവസരം കാത്തു നിൽക്കുകയായിരുന്നു. BJP-യിൽ ആകർഷകരായി നിന്ന പലരും അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോരുന്നൊരു കാഴ്ച. ഇതിൽ CPM-ന് ആശങ്ക വർദ്ധിക്കുകയാണ്. കാരണം ഈ സമ്മേളന കാലയളവിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകും എന്നവർക്ക് കണക്കുകൂട്ടലുണ്ട്. തീവ്ര ഇസ്ലാമിക നിലപാടുകാരെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഈ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയെന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട്. പ്രജിത്ത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ കൃത്യമായി തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ പ്രീണന ശ്രമം എത്രത്തോളം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതാണ് ഇപ്പോൾ ഈ സമ്മേളന കാലയളവിൽ ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. BJP-യിലേക്കുള്ള ഒഴുക്ക് തുടരുകയുമാണല്ലോ പ്രജിത്ത്. വീണ, അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക നിലപാടുകാരെ പലസ്തീൻ പോലെയുള്ള വിഷയങ്ങളിൽ ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകളെയുമൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് CPM രംഗത്ത് വന്നത് വലിയ വിമർശനങ്ങൾക്ക്, ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് തന്നെ വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇത്രയധികം വിഷയങ്ങളിൽ ഈ ഭീകര നിലപാടുകാരെ പിന്തുണയ്ക്കുന്നത് പാർട്ടി എന്നുള്ള ചോദ്യം അണികൾ പലയിടത്തും ഉയർത്തി. അതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിലൊക്കെ വലിയ വികാരവുമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ CPM-ൻ്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അതൊക്കെ അടിച്ചമർത്തുകയും അത്തരം എതിർസ്വരങ്ങളെയൊക്കെ ഭീഷണികളെയൊക്കെ കാര്യങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അത് ഇല്ലാതാക്കുകയുമാണ് CPM-ൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ ഈ സമ്മേളന കാലയളവ് വന്നതോടുകൂടി CPM-ൻ്റെ ഈ സ്ഥിരം നയങ്ങളിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പ്രാദേശിക ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഏരിയ തലം വരെയുള്ള പ്രാദേശിക ഘടകങ്ങളിൽ വലിയ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. അത് വലിയ അതൃപ്തിക്കും കാരണമാകുന്നുണ്ട്. ഈ അതൃപ്തി തന്നെയാണ് BJP-യിലേക്കൊക്കെയുള്ള CPM നേതാക്കളുടെ ഒഴുക്കിന് വലിയൊരു കാരണം എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബിപിൻ സി ബാബു, തിരുവനന്തപുരത്ത് മധു മുല്ലശ്ശേരി എന്നിവരൊക്കെ പറയുന്നത് ആ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള നേതാക്കളാണ്. അപ്പോൾ അത്തരം നേതാക്കൾ വരെ പാർട്ടി വിടുന്നതിന് പിന്നിൽ ഈ തുടർച്ചയായിട്ടുള്ള CPM-ൻ്റെ ഈ തീവ്രവാദ നിലപാടുകാരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് സംബന്ധിച്ച പാർട്ടി വിലയിരുത്തലുകൾ പോലുമുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉണ്ടായ തിരിച്ചടിക്ക് വലിയൊരു കാരണം അന്ന് CPM-ൻ്റെ വോട്ടുകൾ പോലും BJP-യിലേക്ക് ഒഴുകിപ്പോയി എന്നുള്ളത് CPM നേതാക്കളെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരുന്നു. കാരണം അതിന് മുൻപൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ CPM-ൽ നിന്ന് BJP-യിലേക്കുള്ളൊരു ഒഴുക്കുണ്ടാകുന്നു, പ്രവർത്തകരുടെ ഒഴുക്കുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ആശയധാരയിൽ തന്നെ ആളുകൾക്കിടയിൽ മാറ്റം വരുന്നു എന്നുള്ളൊരു വലിയ ചിന്ത CPM നേതൃത്വത്തിന് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വലിയ തിരിച്ചടി പാർട്ടിക്കുണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലിന് കാരണവും. കാരണം പ്രാദേശിക ഘടകങ്ങളിൽ പലയിടത്തും ഈ രീതിയിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലൊക്കെ BJP ആശയങ്ങളോടും നരേന്ദ്രമോദിയുടെ ആശയങ്ങളോടും ഒക്കെ വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു എന്നുള്ളത് നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ മധു മുല്ലശ്ശേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ BJP-യോട് ചായ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും CPM നേതാക്കളിൽ നിന്നുണ്ടായി. അതൊക്കെ തെളിയിക്കുന്നത് പ്രാദേശിക തലങ്ങളിൽ CPM-ന് ഉള്ളിൽ തന്നെയുള്ള വലിയൊരു വിഭാഗത്തിന് CPM-ൻ്റെ നിലവിലുള്ള നയങ്ങളിൽ, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളെയൊക്കെ പിന്തുണയ്ക്കുന്ന സമീപനങ്ങളിൽ വലിയ എതിർപ്പുണ്ട്, അതൃപ്തിയുണ്ട്. ആ അതൃപ്തി അത്തരം ആളുകളെയൊക്കെ ഇപ്പോൾ BJP-യിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലിടങ്ങളിൽ ഈ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പാർട്ടി കാണുന്നു. പ്രത്യേകിച്ച് സമ്മേളനം കാലയളവ് പുരോഗമിക്കുന്നതോടുകൂടി, സംസ്ഥാന സമ്മേളനമൊക്കെ എത്തുന്നതോടുകൂടി കൂടുതൽ നേതാക്കൾ ഈ രീതിയിൽ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് CPM-ൻ്റെ ഉന്നത ഘടകങ്ങളിൽ പോലും പല നേതാക്കളും ഉയർത്തുന്നുണ്ട്. നിലവിലത്തെ സമീപനങ്ങളിൽ ഈ തീവ്ര
ഇസ്ലാമിക നിലപാടുകാരെ പിന്തുണയ്ക്കുന്ന സമീപനങ്ങളിൽ മാറ്റം വേണമെന്ന് പോലും വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നേരത്തെ പി ജയരാജൻ്റെയൊക്കെ തുറന്നെഴുത്തൊക്കെ ഇതിനൊരു ഒരു വ്യക്തമായ തെളിവുകൾ കൂടിയായി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം തീവ്ര ഇസ്ലാമിക നിലപാടുകാരെയൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ വളർന്നു വന്നത്, അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി, അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും മറ്റും പലപ്പോഴും ചർച്ചയാക്കുന്നത് ഈ SDPIക്ക് വിട്ടുവരുന്ന പല ആളുകളും CPMന്റെ നേതൃനിരയിലേക്കും CPMന്റെ ഘടകങ്ങളിലേക്കും ഒക്കെ കടന്നു വരുന്നുണ്ട്. അത് എന്തുകൊണ്ട് പ്രതിരോധിക്കുന്നില്ല എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അത് പല സമയത്തും ചർച്ചയായതാണ്. ആ വിഷയങ്ങളൊക്കെയാണ് തുടർച്ചയായി CPM നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് വലിയൊരു കാരണമാകുന്നത് എന്നുള്ള തിരിച്ചറിവിലാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഡാമേജ് കൺട്രോൾ ഉണ്ടാകണം എന്നുള്ളൊരു ബോധ്യവും ഇപ്പോൾ CPM സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും BJPയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകുമെന്ന വിലയിരുത്തലും പാർട്ടി നടത്തുന്നു. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ ഡാമേജ് കൺട്രോൾ പ്രവർത്തനങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് CPM ഇപ്പോൾ സ്വീകരിക്കുന്ന നയം. വീണ. ഓക്കെ, ശരി പ്രജിത്ത്. നമ്മളിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച 1500 കോടി രൂപ സർക്കാർ വെട്ടിച്ചത് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഹൈക്കോടതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 2018 മുതൽ സമാഹരിച്ച തുകയാണ് സംസ്ഥാന സർക്കാർ കണക്കില്ലാതെ ചിലവഴിച്ചിരിക്കുന്നത്. തുക നിശ്ചിത സമയത്തിനുള്ളിൽ യഥാർത്ഥ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കി ഹൈക്കോടതി. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ് ന്യൂസാണ്. വിനീഷ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, എന്തായാലും ധൂർത്ത് ഇങ്ങനെ തുടരുക തന്നെയാണ് സംസ്ഥാന സർക്കാർ. അത് ഏത് വിധേന ലഭിച്ച പണമായാലും ശരി, അവരുടെ ധൂർത്ത് പണം വകമാറ്റി ചിലവഴിക്കൽ ഇതൊക്കെ ഇങ്ങനെ യഥേഷ്ടം നടക്കുന്നു. ഇപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച 1500 കോടി രൂപയാണ് യാതൊരുവിധ കണക്കുകളും ഇല്ലാതെ ചിലവഴിച്ചു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും കർഷകരുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് 2018 മുതലുള്ള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സർക്കാർ സമാഹരിച്ച തുക സർക്കാർ തന്നെ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് പല വകകളായി ചിലവാക്കിയതായി കണക്കാക്കുന്നത്. പക്ഷേ ഈ ചിലവാക്കിയ കണക്കുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതി ആരാഞ്ഞെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ സർക്കാരിനെ കോടതിയുടെ മുന്നിൽ വയ്ക്കാൻ സാധിച്ചില്ല. ഈ ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ നിലവിൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. 2018 മുതൽ സമാഹരിച്ച തുക കൃത്യമായി തന്നെ അത് കർഷകരിലേക്കും കർഷക ആശ്വാസങ്ങൾക്ക് എത്തുന്ന പദ്ധതികൾക്കുമായി ഉപയോഗിക്കേണ്ടതാണ്. ആ പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട കർഷക ആനുകൂല്യങ്ങൾക്കും കർഷക ആശ്വാസ പദ്ധതികൾക്കുമായി ഉപയോഗിക്കേണ്ട പണമാണ് ഇപ്പോൾ സർക്കാർ മാറ്റിയിരിക്കുന്നത്, വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. 2018 മുതലാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാവുന്നതും അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച തുകയും റവന്യൂ വകുപ്പിന്റെയും ഒപ്പം തന്നെ കാർഷിക വകുപ്പിന്റെ കൃഷി വകുപ്പിന്റെയും ഒപ്പം തന്നെ ധനവകുപ്പിന്റെയും ചുമതലയിലാണ് ഈ പണം സമാഹരിക്കുന്നത്. ഈ പണം സമാഹരിച്ചതിന് ശേഷം ധനവകുപ്പ് റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ അറിയാതെ ഈ പണം വകമാറ്റി ചിലവഴിച്ചു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഏകദേശം 1500 കോടിയിലധികം രൂപ ഇത്തരത്തിൽ സമാഹരിച്ചു. ആ ഒരു പണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. കർഷക അഭിവൃദ്ധിക്കായി 1 രൂപ പോലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ഈ കർഷകർക്കായി നൽകിയിട്ടില്ല. ഈ തുകയിൽ നിന്ന് സമാഹരിച്ച പണത്തിൽ നിന്ന് 1 രൂപ പോലും നൽകിയിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ കോടതി ആരാഞ്ഞ മറ്റൊരു വിഷയവും ഇത്തരത്തിലായിരുന്നു. നിലവിൽ ഈ പണം എവിടേക്കാണ് മാറ്റിയത്, എവിടേക്കാണ് വകമാറ്റി ചിലവഴിച്ചത്? നേരത്തെ തന്നെ ഒരു കൃത്യമായ ഒരു ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ധനവകുപ്പും ഒരുമിച്ചുള്ള ഒരു ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ലഭിക്കുന്ന പണം ഒരു ശീർഷകത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശീർഷകത്തിൽ സൂക്ഷിക്കുക. ആ ശീർഷകത്തിൽ നിന്ന് കർഷക ആനുകൂല്യങ്ങൾക്കും കർഷക അഭിവൃദ്ധിക്കും വേണ്ടി മാത്രം ചിലവഴിക്കുക എന്ന മാനദണ്ഡം നിലനിന്ന പദ്ധതിയിലാണ് ഇപ്പോൾ സർക്കാർ അട്ടിമറി നടത്തിയിരിക്കുന്നത്. കർഷകർക്ക് 1 രൂപ പോലും നൽകാതെ ആ പണം
പണം ധനവകുപ്പ് വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ ഉടൻ തന്നെ പണം തിരിച്ച് നേരത്തെ സർക്കാർ പറഞ്ഞ അതേ ശീർഷകത്തിൽ കൃത്യമായി പണം നിക്ഷേപിച്ചതിന് ശേഷം കാർഷിക ആനുകൂല്യങ്ങൾക്ക്, കർഷക ആനുകൂല്യങ്ങൾക്ക്, കർഷകരുടെ സമാശ്വാസ പദ്ധതികൾക്ക് അത് വിനിയോഗിക്കണമെന്ന കർശന നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് വന്നിട്ട് പോലും ഒരു പടി പോലും മുന്നോട്ട് നീങ്ങാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കുള്ള പദ്ധതിക്കായുള്ള ധനസമാഹരണത്തിൽ പോലും സംസ്ഥാന സർക്കാർ കൈയിട്ട് വാരിക്കൊണ്ട് കർഷകരെ വരെ വഞ്ചിക്കുന്ന ജനദ്രോഹ നയം തന്നെയാണ് ഇപ്പോൾ ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 1500 കോടി രൂപ നേരത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്ന ശീർഷകത്തിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് കർഷക ധനസമാഹരണത്തിനും കർഷകരുടെ സമാശ്വാസത്തിനും വേണ്ടി പദ്ധതിയുടെ പണം വിനിയോഗിക്കണമെന്ന ഉത്തരവും ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിനീഷ്, അതോടൊപ്പം ഇതിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ യഥാർത്ഥ കാർഷിക അഭിവൃദ്ധിക്കായുള്ള ഫണ്ടിലേക്ക് തുക മാറ്റാനുള്ള ഉത്തരവ് ഹൈക്കോടതി നിലവിൽ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇത് അനുസരിച്ച് ഈ തുക സർക്കാരിന് സാധിക്കുമോ ഈ നിശ്ചിത കാലയളവിൽ തന്നെ ഫണ്ടിലേക്ക് മാറ്റാൻ? നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരിന് നീങ്ങാൻ കഴിയില്ല. കാരണം ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലാത്ത ഘട്ടം വന്നു. ആ ഘട്ടത്തിലാണ് കർഷക ആനുകൂല്യങ്ങൾക്കായി അല്ലെങ്കിൽ കർഷക അഭിവൃദ്ധിക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ പോലും കൈയിട്ട് വാരി പിണറായി സർക്കാർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിനും ഈ ഒരു പണം സമാഹരിക്കുമ്പോൾ 2018 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പണം സമാഹരിക്കുന്ന സമയത്ത് ആ പണത്തിന്റെ വിനിയോഗത്തിന്റെ പദ്ധതികൾ, മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ കൃത്യമായി തയ്യാറാക്കിയിരുന്നതാണ്. ആ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പണം വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കർഷക ഫണ്ടിലേക്കും കൂടി കൈയിട്ട് വാരി കർഷക അഭിവൃദ്ധിക്കായി കർഷകർക്ക് താങ്ങുവില നൽകേണ്ട പണത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇത് സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണ്. കാർഷിക ആനുകൂല്യങ്ങൾ കർഷകർക്ക് നേരിട്ടെത്തിക്കുന്നതിൽ വലിയ വീഴ്ച ഇതിലൂടെ സംസ്ഥാന സർക്കാരിന് സംഭവിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉടൻ തന്നെ പണം തിരിച്ചു നിക്ഷേപിക്കണം, അതേ ശീർഷകത്തിൽ തിരിച്ചു നിക്ഷേപിക്കണമെന്ന കർശന നിർദ്ദേശവും കോടതി ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ എങ്ങനെ ഈ പണം കണ്ടെത്തും, അല്ലെങ്കിൽ ഈ പണം ചിലവാക്കിയ പണം എങ്ങനെ സമാഹരിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഒപ്പം തന്നെ ഈ പണം എവിടേക്കാണ് ചിലവഴിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ പരാമർശത്തിൽ അതിന് കൃത്യമായ നിലപാട് പറയാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ പണം തിരിച്ച് ഈ സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് അതേ ശീർഷകത്തിൽ തന്നെ ഉടനെ നിക്ഷേപിക്കണം എന്ന ആവശ്യം, അത്തരത്തിലുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ ചില ആളുകൾ കടം വാങ്ങുന്നത് പോലെയാണ്. ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാളിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഒരിക്കൽ കൈയിട്ട് വാരി അതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ മറ്റൊരിടത്തു നിന്ന് കൈയിട്ട് വാരി അങ്ങോട്ട് കൊടുക്കുക, അത് തിരിച്ചടയ്ക്കുക. അപ്പോൾ അവിടെ പ്രശ്നം വരുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ കൈയിട്ട് വാരി ഇപ്പോൾ കൈയിട്ട് വാരാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹമായി സർക്കാർ ജീവനക്കാർ വാങ്ങിയെന്ന വിവാദം തുടരുകയാണല്ലോ. അതിനിടെ തന്നെ കാണുന്ന മറ്റൊരു കാര്യം, ഈ ഓണക്കിറ്റ് വാങ്ങാൻ എത്തുന്നതിലും അനർഹർ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓണക്കിറ്റ് വാങ്ങുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകളിൽ അനർഹർ ഉണ്ട് എന്ന് ഭക്ഷ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. 1888 മഞ്ഞ റേഷൻ കാർഡ് ഉടമകളാണ് അനർഹർ എന്ന് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്തെ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയവരിലാണ് അനർഹർ കടന്നുകൂടിയത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമായിരുന്നു ഓണക്കാലത്ത് സർക്കാർ ഭക്ഷ്യക്കിറ്റ് നൽകിയത്. ഇതിനായി സപ്ലൈകോ മുഖേന 5.5 ലക്ഷത്തോളം കിറ്റുകളും തയ്യാറാക്കി. തുണിസഞ്ചി അടക്കം 14 ഇന സാധനങ്ങളായിരുന്നു കിറ്റിലുണ്ടായിരുന്നത്. അർഹതപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും കിറ്റ് എത്തിക്കുകയായിരുന്നു ഭക്ഷ്യവകുപ്പ് ലക്ഷ്യം. എന്നാൽ വാങ്ങിയതാകട്ടെ ഏറിയ പങ്കും അനർഹർ. കിറ്റ് വിതരണം കഴിഞ്ഞതിന് പിന്നാലെയാണ് മഞ്ഞക്കാർഡ് ഉടമകളിൽ ആരൊക്കെ കിറ്റ് വാങ്ങിയിട്ടില്ല എന്ന് സർക്കാർ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 27,128 AAY മഞ്ഞക്കാർഡ് ഉടമകൾ കിറ്റ് വാങ്ങിയിട്ടില്ലെന്ന് കണ്ടെത്തി. ഓരോ ജില്ല തിരിച്ചും കിറ്റ് കൈപ്പറ്റാത്തവരുടെ കണക്ക് ഭക്ഷ്യവകുപ്പ് എടുത്തിട്ടുണ്ട്.
1,00,000-ലധികം വരുന്ന കണക്കിൽ 1888 പേർ AAY കാർഡിന് അർഹർ അല്ലെന്ന് വകുപ്പ് കണ്ടെത്തി. അനർഹമായി പട്ടികയിൽ ഇടം നേടിയവരെ ഒഴിവാക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത തവണ ഓണക്കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ഇവരുടെ പേരുണ്ടാകില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹമായി സർക്കാർ ജീവനക്കാർ വാങ്ങിയെന്ന വിവാദം കെട്ടടങ്ങും മുൻപാണ് ഭക്ഷ്യവകുപ്പിന്റെ ഈ കണ്ടെത്തൽ. ജനം, തിരുവനന്തപുരം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം പൂർത്തിയാക്കാൻ ഇടയില്ല. 2025 മാർച്ച് 30-ന് മുൻപ് ഏറ്റെടുക്കൽ പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി മൂല്യം കുറയ്ക്കണമെന്ന ഉത്തരവ് നിർബന്ധമായും പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ് സ്ഥലം ഏറ്റെടുപ്പ് വൈകാൻ കാരണം. ഭൂമിയുടെയും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മിതികളുടെയും മൂല്യം നിർണ്ണയിച്ച് നഷ്ടപരിഹാര തുക അനുവദിക്കാനുള്ള ഘട്ടം വരെ എത്തിയെങ്കിലും സംസ്ഥാന സർക്കാരുമായി നിർമ്മാണ കരാർ ഒപ്പിടുന്നത് വൈകിയതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ അന്ന് മൂല്യം നിശ്ചയിച്ച കെട്ടിടങ്ങൾക്കും മറ്റു നിർമ്മിതികൾക്കും അവയുടെ കാലപ്പഴക്കം കണക്കാക്കി നഷ്ടപരിഹാര തുക കുറയ്ക്കണമെന്ന നിർദ്ദേശമുയർന്നതോടെ ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പുനർമൂല്യനിർണ്ണയം തുടങ്ങി. ആകെ 24 വില്ലേജുകളിൽ നിന്നായി 300 ഹെക്ടറിലധികം ഭൂമിയാണ് ഔട്ടർ റിംഗ് റോഡിനായി ഏറ്റെടുക്കേണ്ടത്. 3D വിജ്ഞാപനം പുറത്തിറങ്ങിയ 100 ഹെക്ടർ ഒഴികെയുള്ള ഭൂമിയുടെ ആദ്യഘട്ടം ഏറ്റെടുക്കുന്നതിനായി പ്രാഥമിക വിജ്ഞാപനമായ 3A പ്രസിദ്ധീകരിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. കിളിമാനൂർ, കൊടുവഴന്നൂർ, നഗരൂർ, പുളിമാത്ത്, വിളപ്പിൽ, വെങ്ങാനൂർ, മാണിക്കൽ, പുല്ലമ്പാറ, കുളത്തുമ്മൽ, ബാലരാമപുരം, പള്ളിച്ചൽ വില്ലേജുകളിലെ 100 ഹെക്ടർ ഏറ്റെടുക്കലാണ് അവസാന ഘട്ടത്തിലെത്തിയത്. എന്നാൽ പുനർമൂല്യനിർണ്ണയ നിർദ്ദേശം വന്നതോടെ ഏറ്റെടുക്കൽ വൈകി. ഇതോടെ രേഖകൾ വിട്ടു നൽകിയ ജനങ്ങൾ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം തുടങ്ങി. ഏറ്റെടുക്കുന്ന സ്ഥലങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് സമരസമിതി മാർച്ച് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി ചർച്ച നടന്നെങ്കിലും പരിഹാരമായിട്ടില്ല. ജനം, തിരുവനന്തപുരം. വാർഡ് വിഭജനത്തിലൂടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് മാറാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നടപടിയിൽ പ്രതിഷേധം. മാറാടിനെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന് BJPയും മാറാട് അരയ സമാജവും. ഡിവിഷൻ ഇല്ലാതാക്കി 2003-ലെ മാറാട് കൂട്ടക്കൊലയുടെ ഓർമ്മകൾ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അതിന് ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടാണെന്നും ആരോപണമുണ്ട്. ഈ റിപ്പോർട്ട് കണ്ട ശേഷം വിശദാംശങ്ങളിലേക്ക് വരാം. വാർഡ് വിഭജനം സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തു വന്നപ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ 49ാം ഡിവിഷനായ മാറാട് ഇല്ലാതായത്. പകരം മാറാടിനെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ച് സാഗരസരണി എന്ന പേരിൽ പുതിയ ഡിവിഷൻ കൂട്ടിച്ചേർത്തു. വാർഡ് വിഭജനത്തിലൂടെ 75 ഡിവിഷനുകൾ 76 ആക്കിയപ്പോഴാണ് മാറാട് ഡിവിഷൻ ഇല്ലാതായത്. 2003 മെയ് 2-ന് മാറാട് നടന്ന കൂട്ടക്കൊല കേരള ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത ക്രൂരതയാണ്. 8 മത്സ്യത്തൊഴിലാളികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. മാറാട് എന്ന പേരില്ലാതാക്കി മാറാട് കൂട്ടക്കൊലയുടെ ഓർമ്മകൾ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. ഇതിനെതിരെ പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. പണ്ട് കാലം മുതലേ മാറാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാറാട് 49ാം ഡിവിഷൻ. അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ സാഗരസരണി ആക്കിയിട്ടുണ്ട്. മാറാട് എന്ന് പറഞ്ഞാൽ 8-10 ആളുകൾ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ട് അവിടുത്തെ പേരും പെരമയും എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ CPM ഭരണകൂടം കോർപ്പറേഷനും കൂടി ഇത് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ പേര് പുനഃപരിശോധിക്കണമെന്നാണ് മാറാട് അരയ സമാജത്തിന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നേരിട്ട് കണ്ടിട്ട് ആ പരാതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആയിരിക്കുന്ന സമയത്ത് മാറാട് എന്നൊരു വാർഡ് ഉണ്ടായിരുന്നു. 2010 കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിനെ ചേർത്ത സമയത്തും 49ാം ഡിവിഷനെ മാറാട് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ സമയത്ത് വാർഡ് വിഭജനം വന്ന സമയത്ത് മാറാട് എന്ന പേര് മാറ്റിയിട്ട് മറ്റൊരു പേര് നൽകിയിരിക്കുകയാണ്. ഇത് ഭരണകൂടത്തിന് മാറാടിനോട് എത്രത്തോളം പകയുണ്ട്, എത്രത്തോളം വിദ്വേഷമുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ മാറാട് എന്ന പേര് എടുത്തു മാറ്റിയിരിക്കുന്നതിനുള്ള കാരണം. പോലീസ് സ്റ്റേഷൻ, വിദ്യാലയങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, വായനശാല തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഭൂപ്രദേശമാണ് മാറാടിൻ്റേത്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖല കൂടിയാണിത്. 2015-ൽ BJP സ്ഥാനാർത്ഥിയായ പൊന്നത്ത് ഷൈമ മാറാടിൽ നിന്ന് ജയിച്ചിരുന്നു. കഴിഞ്ഞ തവണ കേവലം 14 വോട്ടിന് മാത്രമാണ് അവർ പരാജയപ്പെട്ടത്. CPMന്റെ സ്വാധീന മേഖലയായ നടുവട്ടം വാർഡിൽ നിന്ന് വോട്ടുകൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ മാറാടെന്ന വാർഡ് ഇല്ലാതാക്കി സാഗരസരണി എന്ന പുതിയ വാർഡ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 2492 വീടുകളാണ് പുതിയ വാർഡിലുള്ളത്. ജനം, കോഴിക്കോട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുലിന് ഇതിനകത്ത് അത്ര നിഷ്കളങ്കമായൊരു തീരുമാനം എടുത്തു എന്ന് പറയാൻ കഴിയില്ല. ഈ സാഗരസരണിക്ക് പിന്നിൽ എന്താണ് എന്നുള്ളത്, ഈ ഓർമ്മകൾ കുഴിച്ചു മൂടാനുള്ള ഒരു ശ്രമം തന്നെയാണ് എന്ന് അവർ കൃത്യമായി ആരോപിക്കുന്നുമുണ്ട് നാട്ടുകാർ.
അതുതന്നെയാണ് പ്രധാനമായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ 75 വാർഡുകളാണുള്ളത്. 75 വാർഡ് 76 വാർഡാകുന്ന സമയത്താണ് മാറാട് എന്ന പേര് പൂർണ്ണമായും ഇല്ലാതാവുകയും അവിടെ സാഗര സരണി എന്നുള്ള പേരിൽ പുതിയൊരു വാർഡ് വരികയും ചെയ്യുന്നത്. ഈ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട്, അതായത് വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ട് 49, 50, 51, 52 വാർഡുകളിൽ മാത്രമാണ് പ്രധാനമായിട്ടും മാറ്റം വരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ ഇല്ലാതാക്കലോ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 75 വാർഡുകളുണ്ട്. അതിൽ മാറാടുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന നടുവട്ടം, പുഞ്ചപ്പാടം, അരക്കിണർ എന്നീ വാർഡുകളാണ് പ്രധാനമായിട്ടും വിഭജിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വിഭജിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാറാട് മാത്രം ഇല്ലാതാവുന്നു. മാറാടിന് പകരം സാഗര സരണി എന്നൊരു പേര് വരുന്നു. നടുവട്ടം വാർഡിനെ 2 വാർഡുകളാക്കുന്നു. നടുവട്ടം വെസ്റ്റ്, നടുവട്ടം എന്നിങ്ങനെ 2 വാർഡുകളാക്കി മാറ്റുന്നു. അതായത് പ്രധാനമായിട്ടും കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതാക്കലും നടത്തിയിട്ടുള്ളത് ബേപ്പൂർ ഭാഗത്താണ്, മാറാട് ഭാഗത്താണ്. അവിടെ നടുവട്ടം എന്നൊരു വാർഡ് വിഭജിച്ച് നടുവട്ടം 2 വാർഡാക്കുന്നു. നടുവട്ടം വെസ്റ്റും നടുവട്ടവുമാക്കുന്നു. പിന്നൊരു മാറാടിനെ ഇല്ലാതാക്കി സാഗര സരണി എന്നുള്ളതാക്കുന്നു. ഈ മാറാടിനെ ഇല്ലാതാക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ മാറാടിന്റെ ഭാഗമായിരുന്ന മുഴുവൻ പ്രദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് സാഗര സരണി എന്നുള്ള പുതിയ വാർഡ് കൂട്ടിച്ചേർക്കുന്നത്. നടുവട്ടം എന്ന് പറയുന്ന ഡിവിഷനിൽ നിന്ന് കുറച്ചധികം വോട്ടുകൾ, CPM സ്വാധീനമുള്ള കുറച്ചധികം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർത്തിട്ട് മാറാടിനെ ഇല്ലാതാക്കി സാഗര സരണിയാക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതായത് ഈ സാഗര സരണി എന്ന് പറയുന്ന പുതിയ വാർഡ് വന്നു കഴിഞ്ഞാലും അതിന്റെ കേന്ദ്രമായി എപ്പോഴും പ്രവർത്തിക്കുക മാറാട് തന്നെയായിരിക്കും. കാരണം പോലീസ് സ്റ്റേഷനുണ്ട്, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, വായനശാലകളുണ്ട്. അങ്ങനെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട ടൗണുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഈ മാറാട് എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചുറ്റപ്പെട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മാറാടിനോട് കേന്ദ്രീകരിച്ച് തന്നെയാണ്. പക്ഷെ ഈ പേരിനെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്ന ആരോപണവുമായിട്ടാണ് മാറാട് അരയ സമാജവും BJPയും ഒക്കെ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. 2010 മാറാട് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമാകുന്നത്. അന്നത് CPMന്റെ LDFന്റെ കൂടെ നിൽക്കുന്നു. 2015 അത് CPMൽ നിന്ന് BJP പിടിച്ചെടുക്കുകയാണ്. ആ BJP 2015 ആ വാർഡ് പിടിച്ചെടുക്കുമെന്ന തിരിച്ചറിവ് CPM ഉണ്ടായ സമയത്ത് അന്ന് SDPIയും ഒക്കെ ആയിട്ടായിരുന്നു അവിടെ ചങ്ങാത്തം ഉണ്ടാക്കുകയും ഈ BJPക്ക് ആ വാർഡ് പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്ത് ഉണ്ടാവുകയും എന്ന ആരോപണമൊക്കെ അന്ന് BJP മുന്നോട്ടേക്ക് വെച്ചിരുന്നു. പക്ഷെ 2020 ആകുമ്പോഴത്തേക്ക് BJPക്ക് ആ വാർഡ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേവലം 14 വോട്ടിന് മാത്രമായിരുന്നു മാറാട് BJPക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന് മാറാട് എന്ന് പറയുന്ന ഭൂമികയോട് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഒരു ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. 2003 8ഓളം മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഒരു ചരിത്രം മാറാടിനുണ്ട്. മാറാടിന്റെ പേര് അങ്ങനെ കേരളം മൊത്തം വ്യാപിക്കാനിടയായത് ഇത്രത്തോളം സാധാരണക്കാരായ 8ഓളം മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെടാനിടയായ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പോൾ ഈ അരയ സമാജവും BJPയും ഒക്കെ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ പരാതിയിലൊക്കെ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ഈ കൊലപാതകത്തിന്റെ, ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ഓർമ്മകൾ അവിടെ നിന്നും ഇല്ലാതാക്കുക, അങ്ങനെ മാറാടിന്റെ ചരിത്രവും പശ്ചാത്തലവും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന തലമുറയിൽ നിന്ന് മായ്ച്ചു കളയാനുള്ളൊരു ശ്രമം ഉണ്ടാക്കിയെടുക്കാനുള്ള ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ശ്രമം ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് പിന്മാറണം എന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് പോകുന്നത്. അതിന്റെ ഭാഗമായി മാറാട് അരയ സമാജവും BJPയും ഒക്കെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. അത്തരത്തിൽ ഈ അരയ സമാജവും BJPക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, BJPക്ക് സ്വാധീനമുള്ള ഒരു മേഖല, പിന്നൊന്ന് ഈ പറഞ്ഞതുപോലെ മാറാടിന്റെ ചരിത്രം പേറുന്ന ഓർമ്മകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം. ഇതിനെ രണ്ടും കുഴിച്ചു മൂടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ടേക്ക് പോകുന്നത്. അതിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് അരയ സമാജവും BJPയും മുന്നോട്ടേക്ക് വെക്കുന്നത്. ശരി ഗോകുൽ. ഇനി നമുക്ക് വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. വഖഫ് അധിനിവേശം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളും മറ്റ് ഹൈന്ദവ സന്യാസിമാരും ഇന്ന് മുനമ്പം സന്ദർശിക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒപ്പമുണ്ടാകും. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരം ഇന്ന് 54ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം പ്രശ്നപരിഹാരം തേടാൻ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ചെയർമാനായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കൂടുതൽ വിവരങ്ങൾ.
രോഹിണി കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുനമ്പം സമരപ്പന്തലിലേക്ക് എത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒപ്പമുണ്ടാവും, മറ്റ് സ്വാമിമാർ ഒപ്പമുണ്ടാകും. ഇത് വലിയ ഒരു ആത്മവിശ്വാസം മുനമ്പം ജനതയ്ക്ക് പകരുന്നതാണ്. അവിടെ എത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അവരുമായി അവരുടെ ആശങ്കകൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യും എന്നതാണ് ഇന്നത്തെ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവിടുത്തെ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം നൽകുന്നതും ആശ്വാസം പകരുന്നതുമാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു എല്ലാ മുസ്ലിം സംഘടനകളുമായും താനും അതോടൊപ്പം തന്നെ ശിഹാബ് തങ്ങളും മറ്റും ചർച്ച നടത്തുകയും അവർ എല്ലാം തന്നെ വഖഫ് ഭൂമി അല്ല മുനമ്പത്തേതെന്നത് അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്, അത് ഞങ്ങളാണ് ബോധ്യപ്പെടുത്തിയത് എന്നെല്ലാം അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ വിവിധ മുസ്ലിം സംഘടനകൾ PDP അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇന്ന് PDPയുടെ വാർത്താ സമ്മേളനവും നടത്തി ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സമർത്ഥിക്കാൻ അവർ ശ്രമിക്കും. ഈ ഒരു സാഹചര്യം അത് പ്രതിപക്ഷ നേതാവ് മുനമ്പൻ ജനതയ്ക്ക് നൽകിയ വാക്ക് കപടമായിരുന്നു ഇല്ലെങ്കിൽ കളവായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അന്നത്തെ അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങളും ഈ തിരിച്ചറിവോടുകൂടി തന്നെയായിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തും എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത്തരം ഒരു ജുഡീഷ്യൽ എൻക്വയറിയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ടിന്മേൽ എന്ത് നിലപാടാവും സർക്കാർ എടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും നിർണായകമാകുക. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ സർക്കാർ അവരുടെ നിലപാടുകൾ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വഖഫ് വിഷയത്തിൻ്റെ ഒരു പരിഹാരം എന്നത് തന്നെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും നോക്കിക്കാണാനുള്ളത്. അവിടെ പാലം വലിക്കുമോ എന്ന ആശങ്ക മുനമ്പൻ ജനതയ്ക്കുണ്ട്. ഈ രീതിയിൽ മുനമ്പൻ ജനതയുടെ ആശങ്കയ്ക്ക് ഒരു അറുതിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഇന്ന് 54-ാം ദിവസമാണ് സമരം. ഈ 54-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഈ സമരം തുടങ്ങി ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരിടപെടലും ഉണ്ടായിരുന്നില്ല. ഇത് ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയായ ശേഷമാണ് ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത്. അതിനെ വിമർശിക്കുന്ന UDF നേതാക്കൾ അവിടേക്ക് എത്തുന്നത്, കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ അവിടേക്ക് എത്തുന്നത് ഇതിന് എല്ലാം ശേഷമാണ്. ഏറ്റവും അവസാനമായി എത്തുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഭരണപക്ഷം ഇല്ലെങ്കിൽ മന്ത്രി രാജീവ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ മുനമ്പം ജനതയുടെ കരമടയ്ക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടന്നപ്പോൾ അതിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് UDF MLA ആണ്. അത്തരത്തിൽ നീക്കം നടത്തിയവരാണ് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത്. ഈ രീതിയിൽ സർക്കാരും പ്രതിപക്ഷവും മുനമ്പൻ ജനതയെ വഞ്ചിക്കുന്ന സമീപനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രോഹിണി. ശരി സുധേഷ്. മുനമ്പം സമരം ഇന്ന് 54-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്വാമി ചിദാനന്ദപുരി സ്വാമികളും അതോടൊപ്പം മറ്റ് ഹൈന്ദവ സന്യാസിമാരും ഇന്ന് മുനമ്പം സന്ദർശിക്കുകയാണ്. സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഈ വഖഫ് വിഷയത്തിൽ UDF എടുത്തിരുന്ന നിലപാടുകൾ അതിലൊരു ഭിന്നത രൂപപ്പെട്ടതായി കാണുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം തള്ളുകയാണ് മുസ്ലിം ലീഗ്. മുനമ്പം വിഷയം UDF ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് അവിടുത്തെ ആ ഭിന്നത മറനീക്കി പുറത്തു വന്നതാണ് എന്ന് പറയാം. കൃത്യമായി പുറത്തു വന്ന് അതിന്മേൽ അവർ പ്രസ്താവനകൾ നടത്തുകയാണ്. ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല മുന്നണിയിൽ, പിന്നെ എങ്ങനെ അഭിപ്രായം പറയുന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ UDF-ൽ സംഭവിക്കുന്നത്? UDF ഇക്കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം, ഒരു നിലപാട് എടുത്തിട്ടില്ല എന്ന് തന്നെയല്ലേ കണക്കാക്കാൻ കഴിയുക? UDF-നകത്ത് ഇതുമായി ബന്ധപ്പെട്ട മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് ലീഗിന്റെ മുതിർന്ന നേതാവ് MLA ഒക്കെ ആയിട്ടുള്ള MK മുനീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് UDF-നകത്ത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. പരസ്യ പ്രസ്താവനകളുമായിട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ രംഗത്ത് വരികയാണെങ്കിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുനമ്പം വിഷയത്തിൽ UDF-നകത്ത് 2 നിലപാടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടക്കം മുതൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് MK മുനീർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്
എന്നുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടാത്ത ഭൂമിയാണ്. UDF-നകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള MK മുനീർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ VD സതീശനോട് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ഞാൻ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്, സമരക്കാരോട് ഞാൻ ഐക്യദാർഢ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ UDF-നകത്ത് ഒരു ഏകീകൃത സ്വഭാവം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം MK മുനീറിന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രസ്താവന ഏകദേശം SDPI-യുടേതിന് സമാനമായ രീതിയിലുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SDPI കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ വിധി പറയാൻ VD സതീശനെ മുസ്ലിം സമുദായം ഘാസിയാക്കിയിട്ടില്ല എന്നാണ് SDPI പറയുന്നത്. സമാനമായ നിലപാട് അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള പരാമർശമാണ് മുസ്ലിം ലീഗിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം മുസ്ലിം ലീഗും പറയുന്നത് ഇത് തന്നെയാണ്. ഈ വിഷയത്തിൽ VD സതീശൻ ഒരു തീരുമാനം പറയേണ്ടതില്ല, അതിൽ UDF-നകത്ത് ഒരു ചർച്ച ചെയ്തിട്ടില്ല, മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിൽ VD സതീശനല്ല മറുപടി പറയേണ്ടത് തുടങ്ങിയ SDPI എന്താണോ പറയുന്നത് അതേ രീതിയിലുള്ള അതേ അർത്ഥവും ആഴവുമുള്ള വാക്കുകളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ UDF-ന്റെ UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതം ആവർത്തിക്കുമ്പോൾ അതിൽ നിന്നും കൈ കഴുകാനോ അല്ലെങ്കിൽ അവർക്കൊപ്പമാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാനോ ഉള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പ്രത്യക്ഷത്തിൽ VD സതീശൻ നടത്തുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. പ്രത്യക്ഷമായുള്ള പരാമർശങ്ങൾ നടത്തി നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഈ മുസ്ലിം ലീഗിനെ എങ്ങനെ കൂടെ നിർത്തുമെന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് മലബാറിലൊക്കെ ലീഗിന്റെ തണലിലാണ് കോൺഗ്രസ് കഴിയുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മലബാർ മേഖലകളിലേക്ക് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗിന്റെ തണൽ തന്നെയാണ് പലപ്പോഴും പല മേഖലകളിലും ഈ കോൺഗ്രസ് ജയിച്ചു വരുന്നത്. ആ മുസ്ലിം ലീഗാണ് വഖഫ് വിഷയത്തിൽ VD സതീശനെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ തന്നെ തള്ളി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും UDF-നകത്ത് ചർച്ചയാവാനും ഒരുപക്ഷെ മുന്നണിക്കകത്തെ കലാപത്തിന് കാരണമാകാനുമുള്ള സാധ്യതകളിലേക്കാണ് വഴി തുറച്ചു വരുന്നത്. ഇല്ല എങ്കിൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ വഴിയിലേക്ക്, മുസ്ലിം ലീഗ് പറയുന്നതിന് പുറകെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. അത് ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ കേന്ദ്ര രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ശരി ഗോകുൽ, ഏതായാലും ഇതുവരെ പ്രതിപക്ഷ നേതാവ് എടുത്ത അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളൊക്കെ ഇപ്പോൾ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. സമരക്കാർക്ക് തന്നെ അതിൽ സംശയം തോന്നി തുടങ്ങിയിട്ടും ഉണ്ടാകും. ഓക്കെ. HOC BPCL പ്ലാന്റുകൾക്ക് നടുവിലായി പുകവായു ശ്വസിച്ചു കഴിയുന്ന എറണാകുളം അമ്പലമുകൾ അയ്യൻകുഴി നിവാസികളെ പ്രദേശത്തു നിന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അനിശ്ചിതകാല സമരത്തിൽ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ റെഡ് കാറ്റഗറിയിൽപ്പെട്ടതെന്ന് കണ്ടെത്തിയ പ്രദേശത്താണ് 50ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. ഭൂമി ഏറ്റെടുത്ത് ഇവിടെയുള്ള കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികൾ തന്നെ സമരം ആരംഭിച്ചത്. അടിക്കടി പുകവായു അന്തരീക്ഷത്തിൽ പടരുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നമാണ് പ്രദേശവാസികളിൽ ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള അമ്പലമുകൾ അയ്യൻകുഴി പ്രദേശത്തെ താമസക്കാർ അനുഭവിക്കുന്ന ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വർണ്ണനാതീതമാണ്. പൊടിക്കുഞ്ഞുങ്ങളടക്കം ശ്വാസതടസ്സവും ചുമയും ബാധിച്ച് നിത്യരോഗികളായി മാറുമ്പോൾ സംസ്ഥാന സർക്കാരും HOC BPCL അധികൃതരും ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണ്. ഭൂമി ഏറ്റെടുത്ത് ഇവിടെയുള്ള 42 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് ഹൈക്കോടതി വിധിയുള്ളതാണ്. എന്നാൽ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇതോടെയാണ് BPCL-നും HOC-ക്കും മുന്നിൽ നാട്ടുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. നമ്മള് സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോ 23ാമത്തെ ദിവസമായി. ഒരാള് പോലും ഞങ്ങൾ അന്വേഷിച്ച് വന്നിട്ടില്ല. ദിവസവും ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് പന്തം കൊളുത്തി പ്രകടനമായിട്ട് HOC-യുടെ അവിടുന്ന് HOC-യുടെ ഗേറ്റിൽ പോയി കുറെ നേരം ചെയ്യും. അതിനുശേഷം ഞങ്ങൾ റിഫൈനറിയുടെ ഗേറ്റിന്റെ വാതിക്കലേക്ക് പോവുക. കൊച്ചി റിഫൈനറിക്കാരോ HOC-യല്ലോ ഞങ്ങളുടെ ഈ സമരത്തെ കണ്ട ഭാവം പോലും ഇല്ല. അവർ ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഗേറ്റിന്റെ വാതിക്കെ കുറെ CSF-നെയൊക്കെ ഇറക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ഒഴിപ്പിക്കാതെ ഞങ്ങളുടെ സ്ഥലം എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ 4 മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക. സമരം അട്ടിമറിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് ശ്രമിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഭൂമി ഏറ്റെടുത്ത് നാട്ടുകാരെ പുനരധിവസിപ്പിക്കുക മാത്രമാണെന്നും അതിന് നടപടി ഉണ്ടാകും വരെയും സമരം തുടരുമെന്നും പ്രദേശവാസികൾ പറയുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. വീണ്ടും രാജ്യാന്തര വാർത്തയിലേക്ക്. ഫ്രാൻസിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. 331 വോട്ടുകൾ നേടിയാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. പ്രധാനമന്ത്രി മിഷേൽ ബേണിയർ ഉടൻ രാജി സമർപ്പിക്കും. ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും ചേർന്നാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. വോട്ടെടുപ്പില്ലാതെ ബജറ്റ് പാസ്സാക്കുന്നതിന് പ്രധാനമന്ത്രി ശ്രമം നടത്തിയതാണ് പ്രതിപക്ഷത്തെ അവിശ്വാസ നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് വിവരങ്ങൾ?
വീണ 331 വോട്ടോടെയാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബജറ്റ് പാസ്സാക്കുന്നതിനുള്ളൊരു നീക്കം, അതായത് വോട്ടെടുപ്പില്ലാതെ ബജറ്റ് പാസ്സാക്കുന്നതിനുള്ള നീക്കം ഭരണഘടന അനുസൃതമായ നീക്കം തന്നെയാണ് എങ്കിൽ കൂടി അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു വിമർശനം വിളിച്ചു വരുത്തുകയായിരുന്നു. സ്വാഭാവികമായും തീവ്ര വലതുപക്ഷവും അതുപോലെ തന്നെ ഇടതുപക്ഷവും ശക്തമായ ആ നീക്കത്തെ എതിർക്കുകയും ഉടൻ തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് ഈ അവിശ്വാസ പ്രമേയം ഇന്നലെ ചർച്ച ചെയ്യുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഫ്രാൻസിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രാൻസ് സുരക്ഷിതമായി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം നടത്തുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഫ്രാൻസിനെ കൈവിടരുത് എന്ന നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്കെതിരായ അവിശ്വാസ പ്രമേയം വളരെ ശക്തമായ വോട്ടോടെ 331 വോട്ടോടെ 289 വോട്ടുണ്ടെങ്കിൽ തന്നെ വിജയിക്കും അവിശ്വാസ പ്രമേയം എന്നിരിക്കെ 331 വോട്ടുകൾ നേടിയ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്ര ശക്തമായൊരു വികാരം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ വൈവിധ്യങ്ങളേറെയുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ വോട്ടെടുപ്പിലൂടെ പുറത്താകുന്നതിന്. 1962 ശേഷം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പുറത്താകുന്നതും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ കാലയളവ് 3 മാസത്തോളം മാത്രമാണ് അദ്ദേഹം അധികാരത്തിൽ തുടർന്നത്. 3 മാസത്തിനകം സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രി കൂടിയായി മാറിയിരിക്കുകയാണ് മിഷേൽ ബേണിയർ. വീണ. ഓക്കെ, ശരി ഐസൻ. ഒട്ടനവധി വാർത്തകളുള്ളൊരു ദിവസമായിരുന്നു അല്ലേ? നമ്മൾ ഒട്ടനവധി വാർത്തകളിലൂടെ കടന്നുപോയി. ഒരു വാർത്ത പോലും ഉണ്ടാകുന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും പുത്തൻപുലയുടെ സമയം ഇങ്ങനെ അവസാനത്തേക്ക് അടുക്കുമ്പോൾ ഒരു വിശേഷം കൂടി പറയാനുണ്ട് അല്ലേ? അതെ, ഇന്ന് നമ്മുടെ ജനം TV തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്തിൻ്റെ പിറന്നാൾ ദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ പ്രശാന്ത്. ഹാപ്പി ബർത്ത്ഡേ പ്രശാന്ത്. അങ്ങനെ നമ്മുടെ പുത്തൻപുലരുടെ സമയം കഴിയുകയാണ്. നമുക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കാം. നന്ദി, നമസ്തേ. നമസ്തേ.